മൊയ്തീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖിനോട് നിങ്ങൾ വിഷയമൊന്നും പറയേണ്ടതില്ല. എൻ്റെ മൊയ്തീൻ ഷെയ്ഖ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. പേരിങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫലം തരാൻ തയ്യാറായി നിൽക്കുന്ന, ഉത്തരം തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് ഇവിടത്തെ നേരത്തെ മുസ്തഫ സലാഹി കാര കേൾപ്പിച്ച അതേ സ്വപ്നം കണ്ടുകൊണ്ട് ലോകത്തോട് എപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷകൻ നിങ്ങളോട് സംസാരിക്കും. കേട്ടു നോക്കൂ നിങ്ങൾ. ജീലാനി തങ്ങളെ പേര് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് 99 പേര് കൊടുത്തിട്ടുണ്ട്. ഫുയുലാത്ത് റബ്ബാനിയിൽ കാണാം. അതുപോലെ തന്നെ മറ്റു പല കിതാബിലും കാണാം. ഇത് ഫലം വല്ലാതെ നൽകും. അതാ ഞാൻ പറഞ്ഞത്, ഒരു വിഷമിച്ച ഘട്ടത്തിൽ ജീലാനി തങ്ങൾ അങ്ങ് നേരത്തെ യാ മുഹയ്യദ്ദീൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് പറഞ്ഞാൽ ഭയങ്കര ഫലമായിരിക്കും. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് ബാഗൂടാതുത്തേരം ചെയ്യും ഞാനെന്നോവർ. ഇങ്ങനെയാണ് മാലൈ പറഞ്ഞത്. എന്നാൽ ഖുതുബിയത്തിൽ സദഖത്തുള്ള ഉസ്താദ് പറഞ്ഞത് അങ്ങനെയല്ല. സദഖത്തുല്ലാഹിൽ ഖാഹിരി പറഞ്ഞത് അങ്ങനെയല്ല. വമയൂനാദിസിമി, എന്റെ പേരൊരാൾ പറഞ്ഞാൽ ആണ്, എന്നെ വിളിച്ചാൽ എന്നല്ല. അപ്പൊ പേര് പറഞ്ഞാൽ മതി, പേര് പറഞ്ഞാൽ മതി. ജിലാനി തങ്ങളുടെ അങ്ങോട്ട് വല്ലാതെ മനസ്സ് കൊടുത്തിട്ട് പറഞ്ഞോളണമെന്നില്ല. പേരിങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ മൊബൈലിൽ നമ്പർ നെങ്ങിപ്പോയാൽ കോള് പോകുന്നതാണ്. അങ്ങനെ റേഞ്ചുള്ള ആളാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ. അവിടുത്തെ പേര് പറഞ്ഞാൽ തന്നെ വല്ലാത്ത ഫലമാണ്. കേട്ടില്ലേ? ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പേരിങ്ങനെ പറഞ്ഞാൽ മതി. മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്പറൊക്കെ തട്ടിയിട്ട് പോയി കോള് പോണ പോലെ വേറെ ഒന്നും നമ്മളെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് നല്ല റേഞ്ചിലാണ് മൂപ്പരുള്ളത്. ഇതാണ് പുതിയ സമൂഹത്തോട് ഈ സമൂഹം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ മുസ്തഫ സലാഹി പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുടെ കേൾപ്പിച്ചു. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ അല്ലാഹു തആലയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഖുർആനിൽ നൂറുകണക്കിന് പ്രാർത്ഥന ഉണ്ടല്ലോ, ഒരു പ്രാർത്ഥന പോലും സർവശക്തനായ അല്ലാഹുവിനോടല്ലാതെ ഇല്ല. ചോദിക്കങ്ങൾ നിങ്ങളെ കുടുംബത്തിലെ ആളുകളോട്, സുന്നികളായ നമ്മൾ സമസ്തക്കാരോട് ചോദിക്കുക. നിങ്ങൾ ധാരാളം പ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ, എങ്കിൽ ഒരു പ്രാർത്ഥന ഖുർആനിലെ ഒരു പ്രാർത്ഥന റബ്ബല്ലാത്ത ഒരാളോട് വേണ്ട. ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് മുതൽ പിന്നീട് രാത്രി ഉറങ്ങുന്നത് വരെ നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട ധാരാളം ദിക്റുകൾ, പ്രാർത്ഥനകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നത് ഉണർച്ച സമയത്ത് പറഞ്ഞ് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് പറഞ്ഞിട്ട് ശരി രാത്രി എപ്പോഴാണ് ഉറങ്ങുന്നത് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ. അതിനിടയിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥനകൾ ഒരുപാടിലേക്ക് പോകുന്നില്ല. ആ എല്ലാ ദിക്റും പ്രാർത്ഥനയും സർവശക്തനായ റബ്ബിനോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, ഖുൽ പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നിട്ട് ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട്, എത്ര മണിക്കൂർ അത് മാത്രം സംസാരിക്കാം. എന്നിട്ട് പറയണേ അല്ലാ എന്ന് മാത്രം ഇങ്ങനെ ഒരാൾ അല്ലാ 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 എന്നിങ്ങനെ പറഞ്ഞിരുന്നാൽ മതിയോ? പോരാ. അള്ളാഹിനോട് നമ്മളെ വിഷയങ്ങൾ പറയണമെന്ന, മനസ്സുരുകി പറയണമെന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാവുകയുള്ളൂ. അല്ലേ? നമ്മൾ ചെയ്ത തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറയണമെന്നതാണ്. എന്നാൽ മൊയ്തീൻ ഷെയ്ഖിനോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, പേര് മാത്രം അങ്ങനെ പറഞ്ഞാൽ മതി. മൂപ്പര് ഫുൾ റേഞ്ചിലാണ്. ഉടനെ നമുക്ക് ഫലം തരാൻ അറിയാതെ കൈതട്ടിപ്പോയ ഫോൺ കോള് പോലെയാണ്. എത്ര പെട്ടെന്ന് മൂപ്പര റേഞ്ചിലേക്ക് എത്തുമെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ മുസ്തഫ സലാഹി പറഞ്ഞു വെച്ച സ്ഥലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കുമൊക്കെ അരങ്ങ് തകർക്കുന്ന കേന്ദ്രമാണ് പല മഹാരഥന്മാരും മരിച്ചുപോയ കബറിടങ്ങൾ. അവരെ കബറടക്കം ചെയ്തിട്ടുള്ള കബറിടങ്ങളാണ് പലർക്കും അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രം, അനാചാരത്തിൻ്റെ കേന്ദ്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഈ ഇരിക്കുന്ന നമ്മളോട് ഞാൻ പ്രത്യേകം പറയാ, ഞാൻ അടക്കമുള്ള നമ്മളോട് പറയാ, നമ്മുടെ വാപ്പ മരിച്ചിട്ടില്ലേ, നമ്മുടെ ഉമ്മ മരണപ്പെട്ടു പോയവർ ഈ കൂട്ടത്തിലില്ലേ? ഉണ്ട്. നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മൾ വിട്ടുപിരിഞ്ഞവർ ഈ കൂട്ടത്തിലില്ലേ? അവരുടെയോ നാട്ടിലെ ഏതെങ്കിലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെയോ ഖബറിടം നമ്മൾ എപ്പോഴെങ്കിലും സന്ദർശിക്കുന്നവരാണോ? ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്ത് നമുക്ക് വിലക്കി. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കണം. എന്താ 2 ലക്ഷ്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഖബറിടം സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ട് ഫഇന്നഹാ തുദക്കിറുൽ മൗത ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. 2 ലക്ഷ്യം. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഒന്ന് മരണബോധമുണ്ടാകും, ഒന്ന് പരലോകബോധമുണ്ടാകും. ഇല്ലേ? ഈ ഒരൊറ്റ വർഷത്തെ കണക്കെടുത്ത് നോക്ക് നിങ്ങൾ. കേരളത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലത്തും
ഈ മരിച്ചുപോയ മഹാത്മാക്കളുടെ ഖബറുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം തിരൂരിലെ യാഹൂത്തങ്ങളുടെ നേർച്ച ഓർമ്മയില്ലേ നമുക്ക്? ആനക്ക് മതമിളകുന്നു, മനുഷ്യനെ എടുത്തെറിയുന്നു, കൊല്ലുന്നു. അതിന്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇന്നില്ലേ? ഒന്ന് എടുത്തിട്ട് ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്ക്. അതുവരെ ആളുകൾ യാഹൂത്തങ്ങളുടെ പേരും പറഞ്ഞിട്ടാണ് വരുന്നത്. ആനക്ക് മതമിളകി ആന ഒരു മനുഷ്യനെ തുമ്പിക്കൈയിലെടുത്ത് എറിയുമ്പോൾ പിന്നെ യാഹൂതങ്ങളുള്ള ഒരു തങ്ങളുമില്ല, അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഓടുക എല്ലാവരും, അല്ലേ? പടച്ചോനെന്ന് വിളിച്ചോടുക. തൃശ്ശൂരിലെ ചേറ്റുവ നേർച്ചയുടെ ആനക്ക് മതമിളകുന്ന രംഗം എടുത്തു നോക്ക് യൂട്യൂബിൽ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട്, ഈ പ്രസംഗം കഴിഞ്ഞിട്ടൊന്ന് എടുത്തു നോക്ക്. അതില് ആ ചേറ്റുവ നേർച്ചക്ക് ഒരാനങ്ങനെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് വന്ന് ഒരു മനുഷ്യനെ കുത്തി അയാളെ കൊന്നുകളയുന്ന രംഗണ്ട്. സ്ത്രീകളൊക്കെ മതിലെടുത്ത് ചാടി ഓടുന്നു, പുരുഷന്മാർ മതിലെടുത്ത് ചാടി ഓടുന്നു. എല്ലാവരും അള്ളാഹുവിനെ വിളിച്ചിട്ടാണ് ഓട്ടം. പിന്നെ എന്തിനാ പോയത്? ഈ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു ശിർക്കൻ ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു നേർച്ചയിലേക്ക്, ഒരു പൂരത്തിലേക്ക്, അതിനാണോ ഇസ്ലാം ഖബർ സിയാറത്ത് അനുവദിച്ചത്? ഈ രണ്ടു കാര്യം. ഒന്ന്, നിങ്ങൾക്ക് മരണബോധം. എൻ്റെ ഉപ്പാന്റെ ഖബറിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹു എൻ്റെ ഉപ്പാക്ക്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട ഉപ്പമാർക്ക്, ഉമ്മമാർക്ക്, സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഒരു സുന്നത്തുണ്ടല്ലോ, സിയാറത്ത് എന്ന സുന്നത്ത്, അതെടുക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് നടക്കുന്ന ഖബറിടങ്ങൾ സന്ദർശനം എന്തിനാണ് പ്രിയപ്പെട്ടവരെ? പട്ടാമ്പിയിലേക്ക് പോയി നോക്കൂ, നിങ്ങൾ തൃശ്ശൂരിലെ ചേറ്റുവയിലേക്ക് പോയി നോക്കൂ, അങ്ങ് ഭീമാവുമ്മാച്ചയുടെ നേർച്ചയിലേക്ക് പോയി നോക്കൂ, കടുവാപ്പള്ളി നേർച്ചയിലേക്ക് പോയി നോക്കൂ. പല സ്ഥലത്തും ഈ പറയപ്പെട്ട യാഹൂത്തങ്ങളുടെ നേർച്ചപ്പറമ്പിൽ വരെ ആനക്ക് മതമിളകുന്നു, ആനക്ക് നെറ്റിപ്പട്ടം കെട്ടുന്നു, പട്ടിയുടെ സർക്കസ് നടത്തുന്നു, യന്ത്ര ഊഞ്ഞാലുകൾ, മരണക്കിണറുകൾ. എന്നിട്ട് ഈ സിയാറത്തും കഴിഞ്ഞ് പോകുമ്പോൾ ആളുകൾ ഖബറിനെ കുറിച്ച്, മരണത്തെക്കുറിച്ചാണ് ചർച്ച. പേരക്കുട്ടികൾ വല്യപ്പാനോട് പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ 4 കാറുണ്ടായിരുന്നു മരണക്കിണറിൽ, ഇപ്രാവശ്യം 3 കാറേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 2 ബൈക്കായിരുന്നു, ഇപ്രാവശ്യം 4 ബൈക്കുണ്ട്. ഇതിനാ സിയാറത്ത്? പട്ടിയുടെ സർക്കസ് കാണാനാ സിയാറത്ത്? ആണോ? ഇത് നമ്മൾ നമ്മുടെ സമൂഹത്തോട് ചോദിക്കണം. ഇസ്ലാം അനുവദിച്ചതുണ്ട് എന്ന് പറയാനാ സലഫികൾ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഖബർ സിയാറത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. സ്വലാത്ത് ചൊല്ലണമെന്നതാണ് പറയുന്നത്. ദുആ ധാരാളമായി നടത്തണമെന്നതാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നതാണ് നമ്മൾ സമൂഹത്തോട് പറയുന്നത്. ഇല്ലാത്തതിനെ മാറ്റി നിർത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖബർ കെട്ടിപ്പടുക്കുക എന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹദീസ് എന്താണെന്നറിയോ? നഹാ റസൂലുള്ളാഹ്, സഹാബത്ത് പറയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു, ഖബർ നിങ്ങൾ കുമ്മായം അടിക്കരുത്, സിമന്റ് പൂശരുത്. 1. 2, ഖബറിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്, എടുപ്പുണ്ടാക്കരുത്. 3, ഖബറിന്റെ മേലെ നിങ്ങൾ കയറി ഇരിക്കരുത്. 4, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ സമസ്തയുടെ കണ്ണിൽ നമ്മൾ മുസ്ലിങ്ങളെയല്ല, പല നാട്ടിലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, അവരുടെ കണ്ണിൽ മുജാഹിദുകളെ ഒരു മുസ്ലിമായി അംഗീകരിക്കാൻ പോലും തയ്യാറാവാത്ത ആളുകളുണ്ട്. ഞാൻ അവരോട് ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഒരു ഹദീസിൽ 3 പ്രയോഗം നടത്തി, മറ്റൊരു റിപ്പോർട്ടിൽ 4ാമത്തെ പ്രയോഗവും നടത്തി. 1, ഖബറിന്റെ മേലെ നിങ്ങൾ സിമന്റോ കുമ്മായമോ പൂശരുത്. ആരാ പൂശിയത്? ആരാ സിമന്റ് ഉപയോഗിച്ചത്? ആരാ കെട്ടിപ്പടുത്തത്? 2, കെട്ടിപ്പടുക്കരുത്. ആരാ കെട്ടിപ്പടുത്തത്? ഖബറിന്റെ മേലെ കയറിയിരിക്കരുത്. ആരാ കയറിയിരുന്നത്? ചില സ്ഥലത്തൊക്കെ കുറ്റിപ്പുര കെട്ടിയിരിക്കുക. 4ാമത്തത് ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. ആരാ എഴുതിയത്? ഒരു 786 എഴുതിയ ഒരു സ്ലാബ് വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ടാ സെൽഫികൾ വാങ്ങാത്തത്. അള്ളാന്റെ റസൂൽ പറഞ്ഞ ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതണ്ടാന്ന്. ആരത് പാലിച്ചത്? ഈ 4ഉം പാലിച്ചത് ആരാ? അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅ അതാണ് യഥാർത്ഥ സലഫികൾ, യഥാർത്ഥ സുന്നികൾ, അല്ലേ? ഖബറിന്റെ മേലെ നമ്മൾ ആരും എഴുതി വെക്കാൻ പോണില്ല, ഖബർ കെട്ടിപ്പടുക്കുന്നില്ല. നല്ല കോടീശ്വരന്മാരായ സലഫികൾ മരിച്ചാലും ഒരു 4 വെട്ടുകല്ല്, 10 വെട്ടുകല്ലും, ഒരു ചാക്ക് സിമെന്റും, ഒരു അരകുടിസ് മണലും വാങ്ങി ആ ഖബറൊന്ന് കെട്ടിപ്പടുക്കാൻ പണമില്ലാത്തത് കൊണ്ടല്ല, അരുത് എന്ന് നമ്മൾ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ, ജേട്ടനേക്കാൾ, അനിയനേക്കാൾ, സ്വത്തിനേക്കാൾ, ആസ്തിയേക്കാൾ, പറമ്പിനേക്കാൾ, സർവ്വതിനേക്കാൾ നാം ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുണ്ട്, നിങ്ങൾ ഖബർ കെട്ടിപ്പടുക്കരുത് എന്ന്. അത് പാലിച്ചു. അതാ ഇസ്ലാം, അതാ ദീന്. എന്നിട്ട് ഇത് ചെയ്യുന്നവർ ദീനില്ലാത്തവരാ. എന്നാ ഒരാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ? മക്കത്ത് ജീവിച്ചു, മദീനത്ത് ജീവിച്ചു, തായിഫിലേക്ക് പോയി, പല സ്ഥലത്തേക്കും പോയി. എന്നിട്ട് എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹിന്റെ ഖബറുണ്ടോ? ഉണ്ടോ? എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹിന്റെ ഖബർ. മക്കത്ത് വരുന്നവർക്ക് മക്കത്ത് നിന്ന് റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ അവിടെ ഒരു ഖബർ, പിന്നെ മദീനത്ത് വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ മദീനത്തൊരു ഖബർ. തായിഫിൽ നിന്ന് വെറുതെ പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് വരണ്ട, തായിഫിൽ വേറൊരു ഖബർ. റസൂലുള്ളാഹി കുറച്ച് തായിഫിൽ കിടക്കും,
പിന്നെ മക്കത്തെ ഖബറിൽ കിടക്കും, പിന്നെ മദീനത്തെ ഖബറിൽ കിടക്കും. അങ്ങനെ ഉണ്ടോന്ന് ഇസ്ലാമിൽ? എന്നാ ഈ ഉസ്താദുമാർ പറയണം എന്താ അറിയോ, ഇവരുടെ കാട്ടിലുപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അത്രേ, കാട്ടിലുപ്പാപ്പ. അദ്ദേഹത്തിന് 3 സ്ഥലത്താ ഖബർ. 3 കാട്ടിൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഒന്ന് താനാലൂരിൽ ജീവിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം തന്നെ പറയും, കേട്ടോളൂ. ഇന്ന് മാമ്പറയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മദീനി തങ്ങൾ, അവർക്ക് 3 മക്കാമുണ്ട്. ഒന്ന് പാലക്കാട് ലക്കിടിയിലുണ്ട്, ഒന്ന് താനാളൂരുണ്ട്. 3 സ്ഥലത്തും കാട്ടിലപ്പാപ്പ എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. ഈ 3 കാട്ടിലും മഹാനവറുകൾ താമസിച്ചിട്ടുണ്ട്. വഫാത്തായത് ലക്കിടിയിൽ നിന്നാണ്. എന്നിട്ട് അവിടുത്തെ ജനാസ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 3 സ്ഥലത്തും ഉണ്ടെന്നാണ് ആരിഫീങ്ങൾ വാദിക്കുന്നത്. അവിടുത്തെ മദദുൻ നസ്റും പൊരുത്തവും കിട്ടാൻ 3 സ്ഥലത്ത് പോയാലും ലഭിക്കുമെന്നാണ് ആരിഫീങ്ങൾ പഠിപ്പിക്കുന്നത്. ക്ലിയറായോ? സമയത്തിന്റെ കുറവാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. കാട്ടിലുപ്പാപ്പാക്ക് 3 സ്ഥലത്ത് അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. 3 സ്ഥലത്തും അദ്ദേഹത്തിന്റെ ജാറുണ്ട്. ഏത് സ്ഥലത്ത് പോയാലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടും. 3 ഖബറിലും അദ്ദേഹം ഉണ്ട് എന്നാണ് ഒരു വിശ്വാസം. അപ്പൊ അങ്ങനെ അടി കൂടി മേലെ കൂടി പോണതാരും കാണില്ല, അടി കൂടി സഞ്ചരിക്കത് ആണോ? ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽക്കാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് റസൂലുള്ളാന്റെ ഖബർ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിനുള്ളിലാണ്. അത് ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ റൂമായിരുന്നു. അതൊക്കെ ദ്രവിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മളൊക്കെ ചുമര് കെട്ടുന്ന പോലെ കല്ല് വെച്ച് കെട്ടിയ റൂമാണ്. ആ റൂമിനുള്ളിലാണ് ആ ഖബർ. സഹാബത്ത് പറയാ റുഫിയ ഖബറുഹു, മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ റുഫിയ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നഹ്വം മിൻ ശിബ്ർ, ഒരു ചാണോളം. കണ്ട സഹാബികൾ പറയാണ്, ഒരു ചാണാണ് റസൂലുള്ളാന്റെ ഖബർ ഏകദേശം കേട്ടോ. അതെന്നെ ഉറപ്പില്ല, മാക്സിമം ഒരു ചാണോളം. അതാണ് ആ പ്രയോഗം. റുഫിയ ഖബറുഹു, റസൂലുള്ളാന്റെ ഖബർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മിനൽ അർളി നഹ്വം മിൻ ശിബ്ർ, ഒരു ചാണോളം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ചരക്കല്ലുകൾ ഇങ്ങനെ പരന്നു കിടക്കുന്നത് പോലെ, ചരക്കല്ലുകൾ വാരി വിതറിയ പോലെ മേൽഭാഗം ഇങ്ങനെ ആ ഒരു ചാണ ഉയരത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ എന്ന് കണ്ട സ്വഹാബികൾ എഴുതി വെച്ചു. ഇപ്പൊ പല വീട്ടിലുണ്ടാവും റസൂലുള്ളാന്റെ ഖബർ എന്ന് പറഞ്ഞൊരു പച്ച കളറ് വലിയൊരു കുബ്ബെ, അതുപോലെ തന്നെ വലിയൊരു ജാറൊക്കെ കെട്ടിപ്പൊക്കിയ ഒരു ഖബർ ആ ലിവിംഗ് റൂമിലോ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലൊക്കെ തൂക്കി വെച്ചിട്ടുണ്ടാവും. അത് റസൂലുള്ളാന്റെ ഖബറുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്, യാതൊരു ബന്ധവുമില്ല. ചില ആളുകൾ ഉംറക്കൊക്കെ പോയിട്ട് മദീനത്ത് ഉംറയുടെ ഭാഗമായിട്ട് പോകേണ്ട ആവശ്യമില്ലെങ്കിലും റസൂലുള്ളാന്റെ ഖബറും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും അപ്പുറത്ത് ഒരുപാട് സഹാബികളുടെ 8000-ഓളം സഹാബികളുടെ ഖബറൊക്കെ ഉള്ള ആ മദീനയുടെ മണ്ണിലേക്ക് ചെല്ലും. എന്നിട്ട് റസൂലുള്ളാന്റെ ഖബറിന്റെ അടുത്തെത്തി നബിക്ക് മേൽ സലാം പറയും. ഇസ്ലാം അനുവദിച്ചതാ. സ്വഹാബികളുടെ മേൽ സലാം പറയും. ഇസ്ലാം അനുവദിച്ചതാ. അള്ളാന്റെ റസൂലിന് വേണ്ടി നമുക്ക് ധാരാളമായി പ്രാർത്ഥിക്കാം. അള്ളാഹുവിന്റെ മതം അനുവദിച്ചതാ അല്ലേ? ഇതിലൊന്നും ആർക്കും തർക്കമില്ല. 8000-ഓളം സഹാബികൾ കിടക്കുന്ന ഖബറുള്ള നാടാണ് മദീനയുടെ മണ്ണ്. എന്നിട്ട് ഇവരാരും പ്രിയപ്പെട്ടവരെ ഈ അർത്ഥത്തിലുള്ള ഏർപ്പാട് പഠിപ്പിച്ചോ? റസൂലുള്ളാന്റെ ഖബർ, റസൂലുള്ള പോയടത്തൊക്കെ ഓരോ ഖബറുണ്ടാക്കി, ഇതിലൊക്കെ അള്ളാന്റെ റസൂൽ ഉണ്ടാകും, ഇവിടെ വന്നാൽ മതി റസൂലുള്ളാന്റെ ഖബർ കാണാൻ എന്ന ഏതെങ്കിലും ഒരു സഹാബി പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഖബറുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉസ്താദ് പറയാണ്, ഈ ഖബറിൽ പല സ്ഥലത്തിലെ ജാറത്തുനിന്ന് ഞാൻ വെളിച്ചെണ്ണ കൊണ്ടുപോകലുണ്ട്. എൻ്റെ ശരീരത്തിൽ എൻ്റെ അരിമ്പാറ അതുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ വാപ്പേ ഏതൊരാൾ പറഞ്ഞു ജാറത്തുനിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ തേച്ചാൽ മതി. ഇതൊക്കെ ചെറുതാട്ടോ, ഇതൊക്കെ ചെറുതാ. ഒന്ന് കേൾപ്പിക്ക് പെട്ടെന്ന്. എന്റെ കയ്യും വലിയ കരിമ്പാറ എന്ന സാധനം ഉണ്ടായിരുന്നു. അമ്പലങ്ങാടി പഠിക്കുന്ന കരിമ്പാറ എന്നൊക്കെ പറയുന്ന ഉണ്ണിന് ഭയങ്കര ഉറപ്പുള്ള സാധനം പാറ. അമ്പല മക്കാമിലുള്ള വെളിച്ചെണ്ണ വെക്കാൻ പറഞ്ഞു വലിയ പാറ. ആ പാറ പോയി, പിന്നെ പാറ വന്നിട്ടില്ല. അത് എന്റെ വിശ്വാസമാണ്. ക്ലിയറുള്ള വോയിസാണ്. എന്താ അവിടുത്തെ പ്രശ്നമായിരിക്കും ഉണ്ടോ? ഇപ്പം എന്താ പറഞ്ഞത്? ജാറങ്ങളിലെ വെളിച്ചെണ്ണ അത് ഞാൻ ശേഖരിക്കാറുണ്ട്, ഞാൻ കൊണ്ടുപോകാറുണ്ട്, ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതെല്ലാവരും പഠിപ്പിക്കുകയാണ്. അത് തേച്ചിട്ട് എൻ്റെ മേത്തുള്ള അരിമ്പാറ പോയി. ഇദ്ദേഹം അവരുടെ കൂട്ടത്തിൽ ധാരാളമായി ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ഞാനിത് ഈ സദസ്സിൽ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ആളുകൾക്ക് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇവിടെ നേരത്തെ പ്രാർത്ഥനയുടെ വശങ്ങളൊക്കെ പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിലെ ആ ഓരോ ഏടുകളും നാം മറിച്ചു നോക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ വരികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. മക്കളെ കിട്ടാതെ വിഷമിച്ച സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത്ഭുതട്ടോ ഇനി നിങ്ങൾ കേൾക്കാൻ പോണത്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ കുട്ടിയെ കിട്ടാതെ ഒരുപാട് കാലം കാത്തിരുന്ന്, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് കാലം കാത്തിരുന്ന്, പ്രായാധിക്യം കൊണ്ട് താടി നരച്ച് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കാൻ തുടങ്ങി, അവരുടെ പ്രായം അങ്ങേയറ്റമെത്തി. ആ സമയത്ത് പോലും പ്രതീക്ഷ കൈവിടാതെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് സന്താനത്തെ ചോദിച്ചു ഈ പ്രവാചകന്മാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത് ഖുർആനിലുണ്ട്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇനി അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അല്ലാഹ് കൊടുക്കുന്നു. ആ കുട്ടിയെയും ഉമ്മയെയും ആരാരുമില്ലാത്ത മണൽക്കാട്ടിൽ മരുഭൂമിയിൽ കൊണ്ടാക്കാൻ പറയുന്നു. ആ കുട്ടി വളർന്നു ഉപ്പയോടൊപ്പം എല്ലാറ്റിനും ആകുന്നു. ഇനി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻളുർ മാദാ തറാ, മോനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു, മോനെ നിന്റെ അഭിപ്രായം എന്താ? യാ ബത്തിഫ് അൽ മാ തുമർ, നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളൂ. ഈ ചരിത്രമൊക്കെ നമുക്കറിയാം. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ, ഞാൻ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ആ മകൻ തന്റെ പിതാവിനോട് പറയുന്നതൊക്കെ ഖുർആനിലുണ്ട്. ഇങ്ങനെ ചരിത്രം നമ്മൾ വായിച്ചതാ. എന്നിട്ട് ഈ മനുഷ്യൻ അവരുടെ വലിയൊരു സദസ്സിൽ പറഞ്ഞു കൊടുക്കണം, എന്താ പറയുക, കുട്ടികളില്ലാത്തവർ ചെയ്യേണ്ട ചെപ്പടി വിദ്യ അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. ആ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം തട്ടിപ്പാണ് നടത്തുന്നതെങ്കിലും അതിന്റെ അവസാന ഭാഗത്ത് ഒരു സത്യം പറയുന്നുണ്ട്. അദ്ദേഹം തട്ടിപ്പാണ് നടത്തുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഭാര്യയും ഭർത്താവും, മക്കളില്ലാത്ത ഭാര്യയും ഭർത്താവും രാത്രിയാകുമ്പോൾ ഒന്നുകൊടുത്ത് രണ്ടാളും വന്നിരിക്കുക, എന്നിട്ട് സൂറത്ത് യാസീൻ ഓതുക. ഞാൻ ക്ലിപ്പങ്ങാൻ നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റാതെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് തുടങ്ങി വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? ഓതുകൊടുത്ത് രണ്ടാളും ഇരിക്കുക, എന്നിട്ട് രണ്ടാളും യാസീൻ ഓതാൻ തീരുമാനിക്കുക, കുറച്ച് വിട്ടിരിക്കണം. ഭാര്യയും ഭർത്താവും, മക്കളുണ്ടാവാനുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഭാര്യയും ഭർത്താവും ദൂരെ ഇരിക്കണം, ആയിക്കോട്ടെ ശരി. സൂറത്ത് യാസീൻ ഓതുക. ഓരോ മുബീൻ എത്തുമ്പോഴും ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം അവിടെ കൊടുന്ന് വെക്കണം. ഭർത്താവിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം ഇളക്കണം. ഇത് ഭാര്യയുടെ ചൂണ്ടുവിരൽ കൊണ്ട് ഇളക്കണം. അടുത്ത മുബീൻ എത്തുമ്പോൾ പിന്നെയും ഭർത്താവ് ഇളക്കണം, പിന്നെ ഭാര്യ ഇളക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് യാസീൻ ഓതി തീർന്നാൽ പകുതി ഭാര്യ കുടിക്കുക, പകുതി ഭർത്താവ് കുടിക്കുക, വിട്ട ഭാഗം പൂരിപ്പിക്കുക. തീർന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയും, ഈ ഐഡിയ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്, നടന്നിട്ടുണ്ടെങ്കിൽ തെളിവ് എൻ്റെ പേരക്കുട്ടിയുടെ അരിയിൽ കിടക്കണ കേട്ടോ സ്വർണത്തിൻ്റെ ആഭരണം അങ്ങനെ കിട്ടിയതാ. അതുകൊണ്ട് ഇനി ഇതാർക്കെങ്കിലും ഞാൻ പറഞ്ഞു കൊടുത്ത് കിട്ടിയാൽ അവരെന്ത് ചെയ്യണം? നേർച്ചയാക്കണം. മമ്പർത്ത തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയാൽ എനിക്ക് കിട്ടൂല, മൊയ്തീൻ ഷേഖിന്റെ പേരിൽ നേർച്ചയാക്കി എനിക്ക് കിട്ടൂല. അതുകൊണ്ട് എൻ്റെ പേരിൽ നേർച്ചയാക്കിയിട്ട് സ്വർണ്ണം എനിക്ക് തരണം. ഇത് കുട്ടികളെ കെട്ടിക്കാനൊക്കെ ഉണ്ട്. കേൾക്കി ഗർഭിണികൾ, അവനെ കുട്ടികളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാര് രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഒതുണ്ടാക്കിയിട്ട് രണ്ടുപേര് ഒതു ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം മേശപ്പുറത്ത് കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒതുണ്ടാക്കി മേശപ്പുറത്ത് കൊടുക്കുക. മേശപ്പുറത്ത് വെച്ചിട്ട് ഭാര്യയും ഭർത്താവ് ഒതുണ്ടാക്കണം, ഉണ്ടാക്കും. രണ്ടാളും കുറച്ച് വിട്ടിരുന്നോണ്ടി വല്ലാതെ തുടണ്ട. എന്നിട്ട് മുഹദ്ദീൻ ഷേഖിന്റെ പേരിൽ രണ്ടാളും ഒപ്പം യാസീൻ ഓതുക. യാസീൻ ഓതിയിട്ട് ഒന്നാമത്തെ മുബീനെത്തുമ്പോ പുയ്യാപ്പളന്റെ ചൂണ്ടാമ്പേലിൽ മുസബ്ബിഹ, ചൂണ്ടാമ്പേലിൽ വലത്തേ കൈന്റെ ചൂണ്ടാമ്പേലുള്ള വെള്ളത്തിൽ ഒന്ന് ഇളക്കുക, ഊതണ്ട, ഇളക്കുക. ഓൻ കൈയെടുത്തിട്ട് ഭാര്യന്റെ പേരിൽ കൊണ്ട് ഇളക്കുക. രണ്ടാമത്തെ മുബീനിലേക്ക് രണ്ടാളും ഒപ്പം ഓതുക. രണ്ടാമത്തെ മുബീനെത്തുമ്പോഴും പുതിയാപ്പള ആദ്യം ഇളക്കുക, പിന്നെ പുതിയ ഇളക്കുക. അങ്ങനെ 7 മുബീനിലും ഇളക്കിയിട്ട് തുറിച്ചഴു എന്ന് പറഞ്ഞ യാസീൻ കഴിഞ്ഞാൽ പുതിയാപ്പള ആദ്യം ഒന്ന് ഊതുക, പിന്നെ പുതിയ എണ്ണും ഊതുക. എന്നിട്ട് 1/2 ഗ്ലാസ് പുതിയാപ്പള കുടിക്കുക, 1/2 ഗ്ലാസ് പുതിയ എണ്ണും കുടിക്കുക. എന്നിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പൊ അല്ലാഹു തആല അതിൽ സന്താനങ്ങളെ നൽകും. അപ്പൊ നിങ്ങൾ ചോദിച്ചു, അതൊക്കെ നടക്കോ? എന്റെ 2 ഏറ്റ പെൺകുട്ടികളുണ്ട് എന്റെ വരിയിലെ, ഇരട്ടകളായ 2 പെൺകുട്ടികൾ. ആ 2 പെൺകുട്ടികളെ മേത്തുള്ള പണ്ടം മുഴുവനും എനിക്ക് അങ്ങനെ കിട്ടിയതാ. എങ്ങനാ? കുട്ടിയില്ലാത്തൊരു സങ്കടം പറയുമ്പോൾ ഞാൻ പറയും, ഇങ്ങനെ വള്ളം കൊണ്ട് ചെയ്യാൻ പറയും. കുട്ടി ഉണ്ടായിട്ട് അതിന്റെ അരി കെട്ടിയ 1.5 പവന്റെ പണ്ടം മുനീർവാക്കവിന്റെ പേരിൽ നിർച്ചാക്കാൻ പറയും. മമ്പുറത്തങ്ങളെ പേരും മുതീശിന്റെ പേരും അല്ല. അത് മമ്പുറം മക്കാൻ കൊണ്ടേട്ടാ മമ്പുറം കിട്ടൂല. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ പെൺകുട്ടികളെ കടിച്ചാളാ. അപ്പൊ എന്റെ പേരിൽ നിർച്ചാക്കാൻ പറയും, കൊണ്ടുവരും. കണ്ടില്ലേ? തട്ടിപ്പിലും വെട്ടിപ്പിലും ആണെങ്കിൽ സത്യം പറയും. നിങ്ങൾ മമ്പറം തങ്ങളുടെ പേരിലും മൊയ്തീൻ ഷേഖിന്റെ പേരിലും നേർച്ചയാക്കിയാലും മുനീർ വാക്കവിക്ക് കൊണ്ട് കാര്യമില്ല. എനിക്ക് കുട്ടികളെ കെട്ടിക്കാനുള്ളതാ. എനിക്ക് 2 ഇരട്ട പേരക്കുട്ടികളുണ്ട്. ഓലെ മേത്ത് കിടക്കണ പണ്ടൊക്കെ അങ്ങനെ കിട്ടിയതാ. അതുകൊണ്ട് ഇനിയുള്ള ആളുകളും ഇന്റെ പേരിൽ നേർച്ചാക്കുക, പിന്നെ ഏൽപ്പിക്കുക. എന്താ കാരണം? മക്കളെഞ്ഞും കെട്ടിക്കാനുണ്ട് അല്ലേ? ഇത് കേട്ടിട്ട് ഈ ഉമ്മത്തിന് വല്ല ബോധമൊക്കെ ഉണ്ടോ? ഇതാര് പറയും? ഈ തോന്നിയവാസങ്ങൾക്കെതിരെ, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആര് സംസാരിക്കും? ഇത് സംസാരിച്ച ആളുകൾ പറയും, ഇവിടെ ഫലസ്തീനിൽ പ്രശ്നമാണ്, അവിടെ പ്രശ്നമാണ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ സംസാരിക്കുന്നു, നാടിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നു. പക്ഷേ വിശ്വാസരംഗത്ത്
കുടിയേറിക്കൊണ്ടിരിക്കുന്ന അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ഈ മതാവരണമടിയുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ എഴുന്നേറ്റു നിന്ന് മഴക്കാലമോ വേനൽക്കാലമോ പ്രശ്നമാക്കാതെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റു നിന്ന് ആദർശം പറയാൻ ആരുണ്ട് ഇവിടെ? ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇതൊരു സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനില്ല. ഈ തെറ്റായ വിശ്വാസ രംഗത്ത് നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ സമൂഹം നാളെ പരലോകത്ത് വലിയ അപകടത്തിലാകും. കാത്തിരിക്കുന്ന നരകം, കാത്തിരിക്കുന്ന സ്വർഗം, നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സ്വർഗമാണ്. ആ നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖബർ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഖബറിന്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ സലാം പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് സലാം പറയാ. ഖബറാളികൾക്ക് അവർക്കത് കേൾപ്പിക്കാനുള്ള സംവിധാനം അള്ളാഹുവിന്റെ ഭാഗത്തുണ്ട്. അള്ളാഹു ആലം. എന്നാൽ ശംസുൽ ഉലമ ഖബറിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അങ്ങോട്ട് സലാം പറയല്ല ഖബറാളികൾക്ക്. എന്നാൽ ശംസുൽ ഉലമ ചെല്ലുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്നാ പറയല്. ഒരു ഉസ്താദ് പറയാണ്, ശംസുൽ ഉലമ ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ കൂടുതൽ ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ സലാം മടക്കണത്? ഖബർത്താളിനോട് ഇങ്ങോട്ട് സലാം പറയുന്നത്. ഒരു ഖബർ ഇങ്ങനെ സന്ദർശനത്തിന് ചെല്ലുമ്പോൾ ആ ഖബറിനുള്ള അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കലുണ്ടാവില്ല കേട്ടോ. ഇങ്ങോട്ട് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ചാറൽ മഴയാണ്. ഒരു ഷെയ്ഖിന്റെ ജാറത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ ശംസുൽ ഉലമ അങ്ങ് ചെല്ലുമ്പോൾ ശംസുൽ ഉലമ പറയണത്രേ വഅലൈക്കും അസ്സലാം, കുഴപ്പമില്ല, ചെറിയ ചാറൽ മഴയുള്ളൂ. അപ്പോൾ ഈ ഉസ്താദ് പറയാണ്, ഖബറിന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ നനഞ്ഞൂല്ലേ? അതിന് ഉത്തരം പറയാണ്. ഇതൊന്നും ചെറിയ കുട്ടി ഉസ്താദുമാരല്ല പറയണത്, വലിയ വലിയ തലമുതിർന്ന ഇരുത്തം വന്ന പണ്ഡിതന്മാരാ. കേൾപ്പിക്ക്. പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനുമില്ല. പലപ്പോഴും ശംസുല്ലമ പല മഖബറയിലും കയറിയ ഉടനെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശംസുല്ലമയെ കാണുമ്പോൾ ആ ഖബറിലുള്ളവർ അങ്ങോട്ട് സലാം ചൊല്ലി എത്രയോ സംഭവങ്ങൾ. മഹാനായ ഹാസിം തങ്ങളും മറ്റുമൊക്കെ നേരിൽ കണ്ടൊരു സംഭവം പറഞ്ഞതാണ്. കണ്ണൂർ മൗലാന്റെ മഖാമിൽ ശംസുല്ലമ അങ്ങ് വന്ന് കയറുമ്പോൾ ചെറിയ ചാറൽ മഴയുണ്ടായിരുന്നു. കയറി അവിടെ നിന്ന് സലാം മടക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ല, ചെറിയ ചാറലേ ഉണ്ടായിട്ടുള്ളൂ. ചോദിച്ചിരിക്കും, എന്താ മഴ നനഞ്ഞല്ലേ എന്നൊക്കെ അവരിന്ന് ചോദിച്ചിരിക്കും. നിങ്ങൾ മഴ നനഞ്ഞൂലേ എന്ന് ചോദിച്ചിരുന്നു. അതിന് ഉത്തരം പറയാണ്, ഇല്ലേ, കുഴപ്പമില്ല, ചെറിയ ചാറൽ മഴ ഉള്ളൂ. ആരോടാ പറയണത്? ഖബർത്താളോട് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുക. ഒപ്പമുള്ളവരൊന്നും കേൾക്കൂല, മൂപ്പര് മാത്രം. ഒപ്പം പോയാലൊന്നും കേൾക്കൂല, മൂപ്പര് മാത്രം അങ്ങനെ കേൾക്കുക. ഖബറിനുള്ളത് ചോദിക്കണം, നനഞ്ഞൂല്ലേ, മഴ കൊണ്ടൂല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മൂപ്പര് അങ്ങോട്ട് പറയും, സാരല്ല, അത് ചെറിയ ചാറൽ മഴയുള്ളൂ. ഇതാണ് ഈ സാധാരണക്കാർ കേൾക്കുന്നത്. ഇത്രയും പ്രായമുള്ള ഇരുത്തം എന്ന ആളുകൾ ഇതിങ്ങനെ പറയുമ്പോൾ സ്ത്രീകളൊക്കെ വിചാരിക്കുക, സാധാരണക്കാർ വിചാരിക്കുക, ഇവരൊക്കെ വലിയ ദർസിൽ ഓതി പഠിച്ച ആളുകളാ, ഇവർ കളവ് പറയൂല, ഇവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ്, വലിയ മഹത്തുക്കളാണ്. അതാണ് നിങ്ങൾ സാധാരണക്കാരോട് സംസാരിച്ചു നോക്കുക, അവരുടെ മറുപടിയാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ യുവാക്കളും നിങ്ങൾ ഈ പൊട്ടിമുളച്ച ആളുകളാണ്. ഞങ്ങളെന്നെ പാരമ്പര്യമായി ദീന് പഠിച്ചു വരുന്ന ആളുകളാണ്. ഞങ്ങളെ വല്യപ്പ ഉസ്താദായിരുന്നു, അതിൻ്റെ വല്യപ്പ വലിയ ദർസിലെ ആലിമായിരുന്നു, വലിയ കിതാബ് ഓതി പഠിച്ച ആളായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും നരകത്തിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നമ്മൾ ആരും നരകത്തിലാക്കേണ്ട ആളുകളല്ല, അതിൻ്റെ ഡ്യൂട്ടി നമുക്കില്ല. അള്ളാഹു നമ്മെ എല്ലാവർക്കും ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനും ഹിദായത്ത് ലഭിക്കാനും സ്വർഗം ലഭിക്കാനും അള്ളാഹു സർവശക്തനായ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകി. നാളെ പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊരാൾ നരകത്തിലാക്കാനോ സ്വർഗത്തിലാക്കാനോ ആളല്ല. പക്ഷെ ആളുകളുടെ ചിന്ത അങ്ങനെയാണ്, ഇവരൊക്കെ വലിയ പണ്ഡിതന്മാരല്ലേ, ഇവരൊക്കെ വലിയ മഹത്തുക്കളല്ലേ, ഇവരൊക്കെ ധാരാളം പഠിച്ചവരല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ എന്നാണ് ഇവർ ചോദിക്കുക. സുഹൃത്തുക്കളെ, റബ്ബ് തരണം എത്ര വലിയ ആളാണെങ്കിലും. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ പ്രൊട്ടക്ഷൻ കൊടുത്ത ആൾ അബൂ ത്വാലിബ്. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അദ്ദേഹത്തിനാണെന്ന് പഠിപ്പിച്ചു. അത് ഇരുമ്പിന്റെ ഒരു കട്ടയാണെന്നും ചെരിപ്പാണെന്നും അതിന്റെ മുകളിൽ കയറി നിന്ന ഉടനെ തലച്ചോറ് തിളക്കുമാറ് ശക്തമാണ് നരകത്തിലെ ചെറിയ ശിക്ഷ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്കുള്ള വരവ്. അല്ലാഹു തആല ആയത്തിറക്കിയിട്ട് പറഞ്ഞു, താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എത്ര ആഗ്രഹിച്ചു, റസൂലുള്ളാഹിന്റെ കുടുംബല്ലേ അല്ലേ? എന്നിട്ട് നിസ്കാരമില്ല, നോമ്പുമില്ല, ദീനുമില്ലാത്ത കുറേ മനുഷ്യന്മാരെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ് ഈ പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ, സാധാരണക്കാരായ ആളുകളെ എങ്ങോട്ടാ കൊണ്ടുപോകും? നമ്മൾ 2 മണിക്കൂർ സംസാരിക്കുകയാണെങ്കിൽ ആ 2 മണിക്കൂർ മനുഷ്യരെ വിളിക്കുന്നത് റബ്ബിലേക്കാണ്, ഖുർആനിലേക്കാണ്, അന്ധവിശ്വാസത്തിലേക്കല്ല, അനാചാരങ്ങളിലേക്കല്ല, മായാവി കഥകളിലേക്കല്ല.
അല്ല, ഏതെങ്കിലും ലുട്ടാപ്പി കഥകളിലേക്കല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. ഇവരുടെ പ്രസംഗങ്ങളിൽ അധികവും കള്ളക്കഥകളും ഇല്ലാത്ത അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കല. മറ്റൊരു പണ്ഡിതൻ പറയുന്നത് എന്താ അറിയോ? ഇപ്പൊ ഈ ലോകത്ത് എത്ര മരണ്ട്, എത്ര ചെടിയുണ്ട്, എത്ര ഇലണ്ട്, ഓർക്കും അറിയാൻ കഴിയില്ല. ഒരാൾക്കറിയും. നമ്മൾ വിചാരിക്കും അള്ളയാണ്. അല്ല, അല്ലാന്ന് കേൾക്കി പറയട്ടെ. ഭൂമി ലോകം സൃഷ്ടിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ എത്ര ഇലകൾ ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടാകും. അത്രയും എണ്ണം ഇല അതെത്രയാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ കഴിയുന്ന ഒരാളുണ്ട്, ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ക്ലിയർ ആവണില്ല അല്ലേ? എന്താണ് പറഞ്ഞത്? ലോകത്ത് എത്ര മരങ്ങളും ചെടികളും വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ എത്ര ഇലകളുണ്ട്, ആ ഇലകൾ എത്രയുണ്ട് എന്നറിയുന്ന ഒരാളുണ്ട്. അല്ലല്ല, അല്ല അറിയുന്നവർ വിശ്വസിക്കുന്നുണ്ടാവും, അതിലൊന്നും നമ്മൾ എതിർക്കണില്ല. പക്ഷെ അതറിയുന്ന ഒരാളുണ്ട്, അതാണ് മൊയ്തീൻ ഷേഖ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നേരത്തെ ഫസ്റ്റ് ഇട്ട ക്ലിപ്പിൽ നിങ്ങൾ കേട്ടോ? പകര ഉസ്താദ് പറഞ്ഞത് മൊയ്തീൻ ഷേഖിന് 99 പേര് കൊടുത്തിട്ടുണ്ട് അള്ളാൻ. എവിടെ പറഞ്ഞത്? മുപ്പരതൊള്ള. ലോകത്തെ എല്ലാ ചെടികളുടെയും മരങ്ങളുടെയും ഇല എത്ര ഉണ്ട് എന്ന് അറിയും ഒരാൾക്ക്, മൊയ്തീൻ ഷേഖിന്. മൊയ്തീൻ ഷേഖിന് അറിയോ? ഈ പറയണതില്ല. മൊയ്തീൻ ഷേഖ് തൗഹീദിന് വേണ്ടി ജീവിച്ച ആളാ. ശരിക്കും മനസ്സിലാക്കണം. ഷെയ്ഖ് മുഹയ്യുദ്ദീൻ റഹ്മത്തുള്ളാഹി ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണിൽ കിടക്കുന്ന മുഹയ്യുദ്ദീൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖ് മുഹയ്യുദ്ദീൻ തൗഹീദിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹം മനുഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മനുഷ്യന്മാർ തന്നെ ശിർക്കിനെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പുസ്തകം എഴുതിയ ആളാണ്. ആ മൊയ്തീൻ ഷേഖിനെയാണ് ഈ മനുഷ്യന്മാർ ഈ പറഞ്ഞുണ്ടാക്കുന്നത്. മൊയ്തീൻ ഷേഖ് കിതാബ് എഴുതിയപ്പോൾ അതിലെ ഒരു വരി എന്താണെന്നറിയോ? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യന്മാരെ, നിനക്കെങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ കഴിയുന്നത്? നിനക്കെങ്ങനെ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം പറയാൻ? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ കൽബിൽ എത്രയെത്ര ഇലാഹുകളാണ്. എന്നിട്ട് എങ്ങനെയാ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? നിനക്കൊന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള അധികാരമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. എന്നിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, എന്നിട്ട് നിന്റെ കൽബിൽ കുറെ ഇലാഹുകളെ വെക്കുക. എങ്ങനെയാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അധികാരമുള്ളത് എന്ന് ചോദിച്ച് പുസ്തകം എഴുതിയ ആളാണ് ആര്? മൊയ്തീൻ ഷേഖ്. ആ മൊയ്തീൻ ഷേഖിനെ കുറിച്ചാണ് പറയണത്. ലോകം നിയന്ത്രിക്കുന്ന ആളായിരുന്നു. ലോകത്ത് എത്ര മരങ്ങളിൽ എത്ര ഇല ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയും. അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് 99 പേര് കൊടുത്തിട്ടുണ്ട് അള്ളാൻ. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതൊന്നും ഒരു സംഭവം ചെറിയ കാര്യമല്ല. ഞാനിത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ, സുഹൃത്തുക്കളെ, ഈ അന്ധവിശ്വാസം ഇങ്ങനെ പടർന്ന് പന്തലിക്കുക. മറ്റൊരു ഉസ്താദ് പറയാണ് CM, ഇപ്പൊ ഭയങ്കര ചർച്ചയാണല്ലോ CM. അങ്ങനെയാണ് നമ്മളിത് തുടക്കം കുറിക്കണന്നെ. ഇത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വിഷയം ഒന്ന് ഡെപ്തായി അഗാധമായി പഠിപ്പിക്കാൻ തീരുമാനിക്കാൻ തന്നെ കാരണം CMന്റെ വിവാദം ഉണ്ടാകുന്നു, മുമ്പേ ഉണ്ട്. ഒന്നും കൂടി അത് സ്ട്രോങ് ആയി പുറത്തു കൊണ്ടുവരുന്നു. 2, കാസർഗോഡ് ജില്ലയിൽ പൂച്ചക്കാട് പ്രദേശത്തൊരു ജിന്നുമ്മ ഒരു മനുഷ്യനോട് പറയാണ്, നിങ്ങൾക്ക് എത്ര സ്വർണ്ണുണ്ട് കൊണ്ടുവരി, 2 മാസം അവിടെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചാൽ ഇരട്ടിയാവും. മയിൽപ്പീലി പ്രസവിക്കുന്നൊക്കെ പറയല്ലേ കുട്ടികളോട്. പണ്ട് പുസ്തകത്തിൽ നോട്ട്ബുക്കിൽ വെച്ചാൽ മയിൽപ്പീലി 2 എണ്ണാവും 3 എണ്ണാവും. വലിയൊരു ബിസിനസ്മാനോട് ഒരു ജിന്നുമ്മ 40 വയസ്സിന് താഴെ ഒരു പെണ്ണ് പറയാണ്, നിങ്ങളത്ത് 100 പവൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നാൽ 200 ആക്കി തരാം. അങ്ങനെ ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ സ്വർണം, നല്ല വലിയ പൈസക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ സ്വർണവും കുടുംബത്തിലെ സ്വർണ്ണമൊക്കെ എടുത്തിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനിയിപ്പോൾ എണ്ണം തെറ്റാണെങ്കിൽ അയിമേക്കൽ പിടിക്കുക, 590 പവനേറ്റ് കൊണ്ടേ കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണ്ടോ? 500 പവൻ കൊടുത്താൽ 2 മാസം കഴിഞ്ഞ് 1000 പവനാക്കി തിരിച്ചു കൊടുക്കും. അങ്ങനെ കൊടുത്തു, ഡേറ്റൊക്കെ കഴിഞ്ഞു, തിരിച്ചു കിട്ടണില്ല. അപ്പൊ ജിന്നുമാനോട് ചോദിച്ചു, എന്താ തരാത്തത്? അതിന് ലാസ്റ്റ് ഒരു പൂജ്യം കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ ഇരട്ടിയാവും. ആ പൂജ നിങ്ങളെ വീട്ടിൽ വെച്ചിട്ടാണ്. ആ പൂജ നടക്കുമ്പോൾ നിങ്ങളല്ലാതെ വേറെ ആരും വീട്ടിലുണ്ടാകാൻ പാടില്ല, നിങ്ങളെ ഭാര്യ പോലും കാണാൻ പാടില്ല. എന്താണ് ആ പൂജ? ജിന്നും ഈ കൂട്ടാളികളും ചെന്ന് ഈ മനുഷ്യനെ കൊല്ലുകയാണ്, അതാ പൂജ. പിന്നെ ഈ സ്വർണം ചോദിക്കാൻ ആരുമില്ലല്ലോ. എന്നിട്ട് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. എല്ലാവരും വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു. ഭയങ്കര അന്ധവിശ്വാസം തലച്ചോറിൽ നിറച്ച് കയറ്റി വെച്ചിട്ട് ജിന്നുമ്മ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞയച്ചാൽ ഒറ്റക്ക് നിന്നു കൊടുത്തു. ജിന്നുമ്മാന്റെ ശിൽബന്ധികൾക്ക് സുഖമായിട്ട് അയാളെ തളർത്താൻ പറ്റി. അയാളെ കൊന്നുകളഞ്ഞു. കേസ് കോടതിയിൽ നടക്കുന്ന കേസാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താവുമെന്ന് നമുക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചിന്തിച്ചു നോക്ക്. ഈ വിഷയം നടക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പൂച്ചക്കാട് ഈ സംഭവം നടന്നതിൻ്റെ തൊട്ട് പ്രദേശത്ത് ചെന്ന് നമ്മൾ പ്രസംഗിച്ചു. അവിടുത്തെ ആളുകൾ ഒന്നാമത്തെ പ്രസംഗം ശരിക്കും ശ്രദ്ധിച്ചു.
ഉടനെ മറുപടി വെച്ചു. വീണ്ടും നമ്മൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കാൻ അനുവദിക്കുന്നില്ല. ആളുകൾക്ക് സത്യം മനസ്സിലാകുമെന്ന കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. എവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്? ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലല്ല. എല്ലാ നിലക്കും വൈജ്ഞാനികമായി പുരോഗതിയിൽ നിൽക്കുന്നു എന്ന് എല്ലാ മിനിറ്റിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? CM മടവൂര് അദ്ദേഹത്തിന്റെ പെങ്ങള മോൻ നമ്മളെ കൂടെ പ്രവർത്തിക്കുന്ന ആളാ. CM മടവൂരിന്റെ നേരെ പെങ്ങള മോൻ ഈ തൗഹീദി ആദർശത്തിൽ ക്ലാസ് കേൾക്കാനും പ്രസംഗം കേൾക്കാനും. കഴിഞ്ഞ റമദാനിൽ ഞാൻ CM-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യരിക്കുണ്ട്. എന്നോട് പറഞ്ഞു, എന്നെ അറിയിച്ചു, എനിക്കറിയില്ല, ഞാൻ CM മടവൂരിന്റെ നേരെ പെങ്ങള മോനാ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. സുഖമില്ലായിരുന്നു, എന്താ ചെയ്യുക? ചില ആളുകൾ അദ്ദേഹത്തെ അങ്ങനെ ആക്കിയെടുത്തതാണ്. അദ്ദേഹം സുഖമില്ലാതെ ഇങ്ങനെ കോഴിക്കോട് ഒരു ചെറിയ റൂമൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കും, അലങ്കോലപ്പെട്ടിരിക്കും, അങ്ങനെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞിരിക്കും. ചിലപ്പോൾ വീട്ടിൽ കുറേ ആളുകൾ ഇങ്ങനെ വരും, എനിക്ക് ക്യാൻസറാന്ന് പറയും. സുഖമില്ലാത്ത ആളല്ലേ, അദ്ദേഹം പറയും നീ പോയിക്കോ, ക്യാൻസർ വേണ്ടാന്ന്. ഒരു പോയി. വേറെ ചില ആളുകൾ എൻ്റെ മാല പോയി, അപ്പോൾ അയാൾ പറയും മാല തിരിച്ചിട്ടും പോയിക്കോ പറയും. അങ്ങനെ ചെറിയ വാക്കുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനാണ് CM മടവൂർ. ചിലപ്പോൾ പരലോകത്ത് രക്ഷപ്പെടും, നമുക്കറിയില്ല. അയാൾ മാനസിക നില തെറ്റുന്നതിന് മുമ്പ് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. നല്ല പഠിച്ചൊരു ഉസ്താദായിരുന്നു. പിന്നെ സുഖമില്ലാതായപ്പോൾ കഴുത്തിൽ സ്വർണത്തിന്റെ മാലണിയും. റമദാൻ മാസത്തിൽ എല്ലാവരും വന്ന് വീഡിയോലിക്കും. റമദാൻ മാസത്തിൽ എല്ലാവരും വന്ന് വെള്ളം കുടിക്കും. ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ ഇറങ്ങിയപ്പോൾ ആ ഹോട്ടലിൻ്റെ ഉടമ തുണി വാങ്ങിച്ചു, കാട്ടുകോടി കയറി. ഇതൊക്കെ ഓലെന്നെ പറയുന്നത്, നമ്മളല്ല. സുഖമില്ലാത്ത ഒരാളുടെ അവസ്ഥയാണിത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ആ CM മടവൂര് അയാളെപ്പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്നറിയോ നിങ്ങൾ? ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്, CM മടവൂരിനെ കണ്ടവർക്ക് സ്വർഗ്ഗമാണ്, റസൂലുള്ളാഹിനെ കണ്ടവർക്ക് സ്വർഗ്ഗമില്ല. ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർക്കൊക്കെ സ്വർഗ്ഗമുണ്ടോ? എന്നാ അബൂജഹലിനും സ്വർഗ്ഗമായിരിക്കും. CM മടവൂരിനെ കണ്ടവർക്ക് സ്വർഗ്ഗം. അപ്പൊ ഇന്നത്തെ കാണാത്ത കുറെ ആളുകൾക്ക് സങ്കടമായല്ലോ. അപ്പൊ വേറൊരു ഉസ്താദിന്റെ പ്രസംഗം, കാരല്ല ഇനിയും കാണാനുള്ള ചാൻസ് ഉണ്ട്. അന്ന് CM മടവൂർ കുളിച്ചിരുന്ന കുളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും വരാറുണ്ട്. ഉണ്ടോ? ഞാൻ കുളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുണ്ടാവും ചിലപ്പോ. പിന്നെ CM മടവൂരിന് പട്ടാളം ഉണ്ടായിരുന്നു. പട്ടാളം ഞാൻ അതിങ്ങനെ വിശദീകരിക്കാൻ നിന്നാൽ കുറെ സമയമാവും. ഒന്ന് കേൾപ്പിക്ക് CM മടവൂരിന്റെ 2 പട്ടാളത്തെ കുറിച്ച്. കാട്ടിൽമ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ശിവനെ പറഞ്ഞു വലൈക്കും അസ്സലാം. ആരോടൊപ്പം ഈ വലൈക്കും അസ്സലാം? നമ്മൾ പള്ളിക്കാട്ടേക്ക് സലാം പറയുന്നത് അസ്സലാം വലൈക്കും അങ്ങോട്ട് പറയലുള്ളത്. ഇപ്പോൾ വലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറയാം. ആരാ പറഞ്ഞത്? വല്ല വൃത്തം? ഒരു വൃത്തമില്ല. ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് 2 ആളുകൾ നിൽക്കുന്നുണ്ട്, അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. അപ്പൊ ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സൈഡിക്ക് ചെരുക്ക് വരണല്ലോ, അപ്പുറത്തെ സൈഡിക്ക്, വീടിന്റെ അപ്പുറത്തെ സൈഡിക്ക് വരണം. അപ്പൊ ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആ സൈഡിലേക്ക് വളരണ മൂലക്ക് എത്തിയപ്പോൾ ഇയാൾ അവിടെ കുഴഞ്ഞു വീണു. പിന്നാട് പോകാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ കൂടി ഇയാളെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ശൈഖുന വീണ്ടും പറയുന്നുണ്ട്, അത് അവിടെ 2 ആളുകൾ നിൽക്കുന്നുണ്ട്, എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയൂ, നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. എല്ലാവരും പോകുന്നത്. ഓ, ആര് പോയാലും ഈ മൂലക്കെത്തി അവിടെ കഴിഞ്ഞു പോകും. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിയും. ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ ശൈഖുന വലൈക്കും അസ്സലാം അവർ പോയി. അപ്പൊ ഇയാള് ചോദിച്ചു, ആരെപ്പോ? അത് എന്റെ 2 പട്ടാളക്കാരായിരുന്നു. ഇയാള് ഒരു പാടു ജായിലില്ല. ഇയാൾക്ക് എന്തു ചോദിക്കല്ലോ, നമ്മളെ മാതിരിയല്ല. അയാൾ ചോദിച്ചാൽ അതിപ്പോ ആരൊക്കെ പട്ടാളക്കാർ തന്നെയാലും. അപ്പൊ ശൈഖുന പറഞ്ഞത് ജിബ്രീലും മീകായിലുമായിരുന്നു. ആരപ്പ ഈ ജനലിന്റെ അടുത്ത് കടന്നിട്ട് സലാം പറഞ്ഞേ? സലാം വലൈക്കും അസ്സലാം. മൂപ്പര് അങ്ങോട്ട് പറയില്ല, ഇങ്ങോട്ട് പറയാ. അപ്പൊ നേരത്തെ ഇത് പറയാണ്, ആരപ്പ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് അങ്ങോട്ട് മടക്കി. ഇവര് നോക്കിയിട്ട് ആരും കാണില്ല. നിങ്ങൾ നേരെ അപ്പുറത്ത് കൂടി വാതിലായി കൂടി ഇറങ്ങിയിട്ട് പോയിട്ട് സ്വർഗം തരാൻ പറയും. അവിടെ 2 ആൾ നിൽക്കുന്നുണ്ട്. ഒരാൾ പോയി, അയാൾ ബോധം കെട്ട് വീണു. വേറെ ആൾക്കാരുണ്ട്, ഓലോടും പറഞ്ഞു, ഓൽക്കും പോകാൻ പറ്റണില്ല. അപ്പോഴേക്കും CM വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ് ഓല് പോയി ഇങ്ങോട്ട് പോരിയായിരുന്നു. ആരാണത്? അത് 2 പട്ടാളാണ്. ആരാ? ഒന്ന് ജിബ്രീലും ഒന്ന് മീകായിലും. CM-ന്റെ റൂമിന്റെ അടുത്ത് ജനലിന്റെ അടുത്ത് വന്ന് നിൽക്കുക ജിബ്രീല്. ഇതൊക്കെ വേറെ ക്ലിപ്പിണ്ട്, ഇടാൻ സമയമില്ല. കഞ്ഞി കുടിക്കാൻ നേരത്ത് ഉമ്മാനോട് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ കൂടെ ഇരിക്കണമെന്ന് CM ചോദിക്കാൻ. എത്ര ഉമ്മാനോട്? ഉമ്മാരല്ല, എനിക്ക് വിരുന്നുകാരൊക്കെ ഉള്ളതല്ലേ, ഈ കുടിക്ക്, ഞാൻ പിന്നെ കുടിച്ചോളാം. അതൊക്കെ ഇപ്പോൾ സാധാരണമാർ പറയും. അങ്ങനെ ഒരാൾ മേശൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, ഒരാൾ എന്താ പറയുക, പിന്നെ പുറത്തുള്ള തിണ്ടിനെന്താ പറയുക, കറണ്ട് നേരെ ഇരിക്കാനൊക്കെ പറ്റുന്ന ഉള്ള തിണ്ട് എന്നൊക്കെ പറയില്ലേ, ആ തിണ്ടിൽ ഒരാൾ ഇരിക്കുന്നത്. ഉമ്മ ചോദിച്ചു, ആരാ മോനെ പുറത്ത് തിണ്ടുമ്പോൾ ഇരിക്കണത്? ആരാ നിൻ്റെ അടുത്ത് വന്നത്? കയറിയത് എൻ്റെ അടുത്ത് വന്നിരുന്നത് മീക്കായിലായിരുന്നു, ഉള്ളത്തിണ്ടുമ്പോൾ ഇരുത്തിയത് ജിബ്രീലാണ്.
ഉള്ളുക്കും കൂടി കയറ്റണില്ല ജിബിലിനെ. നിങ്ങൾക്ക് മനസ്സിലാണല്ലോ. ഇതൊരു സുഖമുള്ള ആള് പറയോ? സുഖമുള്ള ആള് പറയോ? നമ്മൾ പറഞ്ഞ ആളുകൾ പറയും നിങ്ങൾ വെറുതെ കുറ്റം പറയാണ്. ഓലെന്നെ പറയില്ലേ? അവരത് പറയണത്. ജിബിലിൽ വന്നാണ്ട് ആ വീടിന്റെ കിണ്ടുമങ്ങനെ ഇരിക്കുക, കുറേ നേരം എന്നിട്ട് ജിബിലിൽ പോവുക. എന്തൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സുഹൃത്തുക്കളെ ആരാ സംസാരിക്കാനുള്ളത്? ഈ സി എമ്മിനെ കുറിച്ച് നാട്ടുകാർ വേണം തരുമോ? പള്ളിയിൽ അദ്ദേഹം വരാറില്ല. ഞാൻ എപ്പോൾ വീട്ടിൽ ചെന്നാലും ഏതെങ്കിലും സമയത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കണ കാണണ്ടേ? വീട്ടിൽ നിന്ന് നിസ്കരിക്കണ കാണാറില്ല. ഇവിടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്മളോട് പറയാട്ടോ, ഇവിടെ ഇരിക്കുന്ന പുരുഷാരത്തോട് പറയാം, പ്രത്യേകിച്ച് നമസ്കാരം അത് ഗൗരവമുള്ള കാര്യം. അപ്പോൾ ഇവിടെ മഗ്‌രിബ് ഇശാവും ജമ്മും പിന്നെ ജമ്മായി നമസ്കരിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? നമസ്കാരം അതിൻ്റെ കൃത്യതയോടുകൂടി നിർവഹിക്കണം നമ്മളെല്ലാവരും. മൻ തറക്ക സ്വലാത്ത ഫഖദ് കഫറ. നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറാണ്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. നമ്മളെ ഭർത്താവ് 3 മണിക്കാണ് വീട്ടിലെത്തിയത്. 4:50 ആകെ 1.5 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. ബാങ്ക് കൊടുത്തു. വേണ്ട കുറച്ചുകൂടി കഴിയട്ടെ, ഏതായാലും നേരം വൈകി വന്നതല്ലേ, വിളിക്കണ്ട അങ്ങനെ തീരുമാനിക്കരുത്. 5:30 5:45 സൂര്യൻ പുതിക്കും അല്ലേ? ഏതെങ്കിലും മക്കളൊന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ ചീറ്റ് പറഞ്ഞ് ഓടിക്കുകയാണ് ഉമ്മ. ഉറങ്ങിക്കോട്ടെ 3 മണിക്ക് എത്തിയത്. അതൊക്കെ ശൈത്താനീയത്താണ്. അത് സ്നേഹമില്ലാത്ത ഒരു കുടുംബിനിയുടെ സ്വഭാവമാണ്. ആ ഭർത്താവ് എത്ര നേരം വൈകി വന്നാലും നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഉറങ്ങാലോ. എന്നാൽ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. അത് സമയ നിഷ്ഠയോടുകൂടി നിർവഹിക്കാൻ നമുക്ക് പറ്റണം. തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അത് മ്ലേച്ഛ വൃത്തിയിൽ നിന്ന്, തോന്നിവാസത്തിൽ നിന്ന് നമ്മളെ തടയും. എൻ്റെ ളുഹർ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്കെന്നെ എങ്ങനെ മനസ്സിലാവും? നമ്മുടെ അസർ, നമ്മുടെ മഗ്‌രിബ്, നമ്മുടെ ഇശ, നമ്മുടെ സുബഹി. ഒരു ഉമ്മ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് നേരെ TV തുറന്നിരിക്കുകയാണ്, ഏതോ ഒരു സീരിയൽ നടിയുടെ കരച്ചിൽ കാണാൻ. എന്നിട്ട് ഉമ്മയും കരയാണ്. നിങ്ങൾ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? സീരിയൽ നടി കരഞ്ഞത് ഓള് ലക്ഷങ്ങൾ അതിന് പ്രതിഫലം ആദ്യം കരാർ ചെയ്ത് 2025 കാണുന്ന സീരിയൽ ഇപ്പോൾ 2022 അഭിനയിച്ചതായിരിക്കും. ഈ സംഭവം നടക്കണമെന്ന് ഓള് നാട്ടിലേ ഉണ്ടാവില്ല, വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും യാത്രയിലായിരിക്കും. നമ്മുടെ ഉമ്മ തട്ടത്തുണി കൊണ്ട് കണ്ണ് തുടച്ച് ദേഷ്യം വരികയാണ്. മരോളി അമ്മായിമാൻ്റെ ഈ കഥ കണ്ടിട്ട് മരോളോട് ദേഷ്യം വരി, അമ്മായിമാനെ ദേഷ്യപ്പെടുത്തുന്ന മരോളെ കണ്ടിട്ട് ദേഷ്യം വരി. 5 നേരം നിസ്കരിക്കണം ഉമ്മ. ചിന്തിക്കണ്ട നിങ്ങൾ? എന്നിട്ട് അലക്കാൻ കുളിക്കാൻ നിന്ന് ളുഹറും മഅസറും ഒക്കെ ഒരുമിച്ച് നിസ്കരിക്കുന്ന സിസ്റ്റം വരെ ഇന്നും കേരളത്തിലുണ്ട്. നമ്മുടെ നമസ്കാരം സമയനിഷ്ഠമായിരിക്കണം. ഇത് വെറും ഒരാളെ കുറ്റപ്പെടുത്താനും വേറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് മടങ്ങാനുള്ളതല്ല. നമുക്ക് കൂടി ഒരു ബോധം ഉണ്ടാവണം. CM എന്ന് പറയുന്ന മനുഷ്യൻ നിസ്കരിക്കലില്ല. നാട്ടിലെ ആളുകൾക്ക് നിസ്കാരത്തെ പറ്റി അറിയില്ല. പക്ഷേ ഈ കൗമിനെ അന്ധവിശ്വാസം പേറുന്ന കൗമിന് എന്ത് മതി? CM ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ കൈക്ക് നോക്കിക്കോ, നിങ്ങളെന്താ പള്ളിക്ക് വരാത്ത, നിങ്ങളെന്താ നിസ്കരിക്കാത്തത്? ചോദിച്ചാലോട് ഇങ്ങോട്ട് വാ, എൻ്റെ കൈൻ്റെ ഉള്ളിൽ നോക്കുകയായിരുന്നു. അപ്പം എന്താ, കൈൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ വന്നു. അതിലെന്താ ഉള്ളത്? CM മക്കത്ത് ഇമാമായി നിസ്കരിക്കണത്. മൂപ്പർക്ക് സമാധാനമായി, മൂപ്പര് പോയി. അത് വിശ്വസിക്കാൻ ആളുണ്ട്. വേറെ ഒരാൾ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ CM-നോട് നേരിട്ട് ചോദിക്കാൻ, നിങ്ങളെന്താ നിസ്കരിക്കാൻ വരാത്തത്? അപ്പോൾ CM പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംശയമില്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങി. സംശയമുള്ള ആൾ മാത്രം ഉള്ളിലേക്ക് പാലടക്കാൻ പറഞ്ഞു. അപ്പോൾ വാതിൽ മേൽ കാബ തെളിഞ്ഞു. അവിടെ അങ്ങനെ കാബ തെളിഞ്ഞിട്ട് CM ഇമാമായി മക്കത്ത് നിസ്കരിക്കണ ഇയാൾ കണ്ടു. പിന്നെ ഇയാൾ പുറത്തിറങ്ങിയിട്ട് പറയാം, നമ്മൾ വിചാരിച്ച മാതിരിക്കല്ല കേട്ടോ. കേൾക്കി, CM എന്ന് പറയുന്ന മനുഷ്യൻ നിസ്കരിക്കലില്ല. നാട്ടിലെ ആളുകൾക്ക് നിസ്കാരത്തെ പറ്റി അറിയില്ല. പക്ഷേ ഈ കൗമിനെ അന്ധവിശ്വാസം പേറുന്ന കൗമിന് എന്ത് മതി? CM ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ കൈക്ക് നോക്കിക്കോ, നിങ്ങളെന്താ പള്ളിക്ക് വരാത്ത, നിങ്ങളെന്താ നിസ്കരിക്കാത്തത്? ചോദിച്ചാലോട് ഇങ്ങോട്ട് വാ, എൻ്റെ കൈൻ്റെ ഉള്ളിൽ നോക്കുകയാണ്. അപ്പം എന്താ, കൈൻ്റെ ഉള്ളിൽ ഒരു വീഡിയോ വന്നു. അതിലെന്താ ഉള്ളത്? CM മക്കത്ത് ഇമാമായി നിസ്കരിക്കണത്. മൂപ്പർക്ക് സമാധാനമായി, മൂപ്പര് പോയി. അത് വിശ്വസിക്കാൻ ആളുണ്ട്. വേറെ ഒരാൾ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ CM-നോട് നേരിട്ട് ചോദിക്കാൻ, നിങ്ങളെന്താ നിസ്കരിക്കാൻ വരാത്തത്? അപ്പോൾ CM പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംശയമില്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങി. സംശയമുള്ള ആൾ മാത്രം ഉള്ളിലേക്ക് പാലടക്കാൻ പറഞ്ഞു. അപ്പോൾ വാതിൽ മേൽ കാബ തെളിഞ്ഞു. അവിടെ അങ്ങനെ കാബ തെളിഞ്ഞിട്ട് CM ഇമാമായി മക്കത്ത് നിസ്കരിക്കണ ഇയാൾ കണ്ടു. പിന്നെ ഇയാൾ പുറത്തിറങ്ങിയിട്ട് പറയാം, നമ്മൾ വിചാരിച്ച മാതിരിക്കല്ല കേട്ടോ. കേൾക്കി, ഒരു ദിവസം സാഹിബിൻ്റെ ഞാൻ കണ്ടാണ് മഹാനവർ അള്ളാഹു അവിടുത്തെ ദർജറ്റ് കൊടുക്കട്ടെ, ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ആ കോളാമ്പിരിക്കാണ് ചുരുട്ടിങ്ങനെ മിനിറ്റ് ആ കോളാമ്പി. അപ്പം എന്താ പറയണമെന്നറിയോ? ഈ CM-ന്റെ പരാതിയുമായി വന്ന ആള് അയാളെ ഉള്ളിലിരുത്തി CM പറഞ്ഞു, നോക്കിക്കോ വാതിലിൻ്റെ അടുത്തേക്ക് എന്ന്. നോക്കിയപ്പോൾ എന്തായി? ആ കഅബ ഹറമിലെ നിസ്കാരം വാതിലിൽ തെളിഞ്ഞു. ഇമാമാര CM ആണ്. പിന്നെ നിസ്കരിക്കണില്ല എന്ന് കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ലല്ലോ. അതിനാണ് ഇവരെന്ത് പറയണത്? ഷേഖുമാർ, കൗലിയാക്കന്മാരെ കൂട്ടത്തിൽപ്പെട്ട വലിയുമാർക്ക് 40 തടി ഉണ്ടാവുമെന്ന്.
മനസ്സിലായില്ലേ? അതിനാണ് ഇത് പറയുന്നത്. നമസ്കരിക്കണ്ട, ചോറ് ഈ തടിക്കന്നെ വേണം, പൈസ ഈ തടിക്കന്നെ വേണം കേട്ടോ, ചീരുണ്ണി ഈ തടിക്കന്നെ വേണം, നിസ്കാരം വേറെ തടി. ഞാൻ ഇതൊന്നും വെറുതെ ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. അതേ തൊട്ടടുത്ത് നേരത്തെ കേൾപ്പിച്ച ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കട്ടോ. ഏത് ഇപ്പൊ നിങ്ങൾ ഇട്ടിരുന്നത്? ഇനി CM മടവൂർ വേറൊരു ഉസ്താദിന്റെ, ശരിക്കും ശ്രദ്ധിച്ചോളൂ നിങ്ങൾ പറയുന്നത് ഒക്കെ ഇത്ര വലിയ അന്ധവിശ്വാസം പേറുന്ന, അത് വിശ്വസിക്കണമെന്ന് പറയുന്ന അങ്ങനെ ഒരു ഉസ്താദ് ചുരുട്ട് മനസ്സിലായിട്ടില്ലേ? ചുരുട്ടിങ്ങനെ വലിച്ച് കാർക്കിച്ച് തുപ്പുന്ന കോളാമ്പി ഉണ്ട്. ആ കോളാമ്പി ഉസ്താദ് വിളിക്കണത്രേ, അബൂബക്കറേ. അബൂബക്കർ CM-നെ വിളിക്കണേ, ഇവിടെ വാ, ഇതൊന്ന് വൃത്തിയാക്കണം. ഇത് മുപ്പരും എല്ലാം കൊണ്ടുപോയിട്ട് ഇത് ഫുള്ളാണ് കുടിക്കുകയാണ്. അന്ന് മുതലാണ് അത്ര CM പ്രശസ്തനാകാൻ തുടങ്ങിയത്. ഇതൊക്കെ പറയാണ് സമൂഹത്തോട്. ഇത് ഒരു രഹസ്യ ക്ലാസ്സിലൊന്നല്ല പറയണത് കേട്ടോ. അത് കേൾപ്പിക്കും. ഒരു ദിവസം സാഹിബിന്റെ ഞാൻ കണ്ടാണ് മഹാനവർ അള്ളാഹു അവിടുത്തെ ദർജ കൊടുക്കട്ടെ. ഇങ്ങനെ മൂക്കി പിടിച്ചിട്ട് ആ കോളാമ്പിൽക്കാണ് ചുട്ടിങ്ങനെ കോളാമ്പിൽ ഇങ്ങനെ കൂടിക്കിടക്കാം. അത് വൃത്തിയാക്കിയാണ്. അപ്പൊ അറിയാൻ വിഷമുണ്ട്, ഇത് പറയാൻ വിഷമുണ്ട്. ആടെ ഇരുന്നിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല, ഒന്ന് വൃത്തിയാക്കിയാൽ ഇത് നമ്മളെ ശേഷം ചെയ്തതാ. ഞാനൊന്നുമല്ല, ഇങ്ങനെ എത്തിയിട്ട് ഞാനൊന്നുമല്ല. അങ്ങനെ അത് ആ ചുരുട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമാണ്, കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഇത് ഏറ്റവും ടോപ്പിലെ പരീക്ഷയായിരുന്നു. അത് മുഴുവൻ കുടിച്ച് അങ്ങനെ അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ടവർ ബോധരഹിതനായിപ്പോയി. ഈ ചുരുട്ടല്ലേ പുകലല്ലേ 8 ദിവസം കഴിഞ്ഞിട്ട് ആ ബോധം തെളിഞ്ഞു. ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കാൻ പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഷെയ്ഖുനയുടെ വലിയ ഉയർച്ച. അവിടെ നിന്ന് ഏറ്റവും ഉയർന്നത് കേട്ടില്ലേ? 8 ദിവസമല്ല, അതിൻ്റെ അപ്പുറം ബോധം കൊടുക്കും. ഇതൊക്കെ കുടിച്ചാലേ അതൊക്കെ വലിയ കറാമത്തായിട്ട് അപ്പോൾ പറയണേ. 8 ദിവസം ബോധം കെട്ട് കിടന്നതേ ചുരുട്ടിങ്ങനെ വലിച്ചിട്ട് അബൂബക്കറേ ഇവിടെ അത് വൃത്തിയാക്ക്. ഇത് കൊണ്ടുപോയി മൂപ്പര ഇത് കുടിച്ചിട്ട് എന്താ തെളിയിക്കണേ? ഞാൻ ഒന്നുമല്ല കേട്ടോ, ഞാൻ മൂപ്പരെ കഫം വരെ കുടിക്കണ ആളാ, ഞാൻ വളരെ നിസ്സാരനാട്ടോ, എനിക്ക് സുഖമില്ല, നിങ്ങൾക്ക് എല്ലാവരും ആണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളിട്ടോ. അതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞ ഈ ചെറിയൊരു ലൂസ് ഉണ്ട്, നിങ്ങൾ ഇപ്പോഴെങ്കിലും ആണെങ്കിൽ തിരിച്ചറിഞ്ഞോളിട്ടോ എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് സമൂഹത്തെ. അതുപോലെ പറയില്ല. എന്താ പറയണത്? അതങ്ങോട്ട് കുടിച്ചു ഫുള്ള് വൃത്തിയാക്കി കുടിച്ചു. എന്താ ലാസ്റ്റ്? അത് കുടിച്ചപ്പോൾ തന്നെ ബോധം കെട്ടു. 8 ദിവസം ബോധം കെട്ട് കടന്നു. ഉണർന്നപ്പോൾ ഒരു ഗ്ലാസ് പാൽ കൊടുക്കാൻ പറഞ്ഞു, പാല് കുടിച്ചു. അന്ന് മുതലാണ് CM പ്രശസ്തനായത്. പിന്നങ്ങോട്ട് വെച്ച് കയറ്റാ. ഈ ചുരുട്ടും പീടിയും വലിക്കരുത് എന്നാണ് കുട്ടികളെ പഠിപ്പിക്കണത്. ഇത് വലിച്ചത് മുതലും കുടിച്ചത് മുതലാ മൂപ്പർക്ക് സ്റ്റെപ്പ് ഇങ്ങനെ കയറ്റം കിട്ടണേ. മനസ്സിലായിണ്ടോ? ഇത് പ്രസംഗിക്കുമ്പോൾ കേട്ടിരിക്കാൻ ആളുണ്ട്. അത് ഞങ്ങളെ ഉസ്താദുമാരാ പറയണത്. ചെറിയൊന്നല്ല, നല്ല പ്രായമുള്ള വലിയ വലിയ ഉസ്താദുമാരാണ് ഈ പറയണത് എന്ന ബോധം അവർക്കുണ്ട്. കേട്ടാ ചോദ്യം ചെയ്യൂല. ഞങ്ങൾ പറയണത് വിശ്വസിക്കും. ഇതിനെ എതിർത്താൽ നമ്മൾ കറാമത്തിനെ എതിർക്കുന്നവരായി. നേരത്തെ മുസ്തഫലായി പറഞ്ഞില്ലേ, അവിടെ ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുടിക്ക് ബർക്കത്തില്ല എന്നാണ് ടീമാണ് ഇവർ. നമ്മൾ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹിന്റെ മുടി ഇത് കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. അവിടെ മുസ്തഫലായി ആ പദം വിട്ടിട്ടുണ്ടോയെന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. എങ്ങനെ? റസൂലുള്ളാഹിന്റെ മുടി ഇന്ന് ആധികാരികമായ സനദിലൂടെ നമുക്ക് കിട്ടാനില്ല. കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. ഇല്ല, റസൂലുള്ളാഹിന്റെ ഒരു ആസാറും ഇന്ന് കൃത്യമായ സനദിലൂടെ ഇവിടെ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് തെളിയിക്കാൻ സൗദിയിലെ പണ്ഡിതന്മാരോ അതിൽ മദീനത്ത് മക്കത്തുള്ള ആളുകൾ വരെ അത് അംഗീകരിക്കണില്ല. ഏതോ ലക്ഷ്മിക്കുട്ടിന്റെ മുടി കൊടുത്തിട്ട് ഇത് നബിന്റെ മുടിയാന്ന് പറഞ്ഞാൽ അതിട്ട് കുടിക്കാൻ ആളെ കിട്ടില്ല. അത് വേറെ. അപ്പൊ അങ്ങനെ കണ്ടില്ലേ ചെരുപ്പ്? അങ്ങനെ പലതും. അവിടുന്ന് ഒരു തൊപ്പി കിട്ടി, അവിടുന്ന് പൊടി കിട്ടി, കഅബ കഴുകിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൊടി കിട്ടി, അത് റസൂലുള്ള ചവിട്ടാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ പലതും. ഞാൻ ക്ലിപ്പിടാൻ നേരമല്ല. വേറെ ഉസ്താദ് വേണം. എന്താ അറിയോ? വേറെ ബീരാനാവില്ല ഒരു ഷെയ്ഖ്. ആ ഷെയ്ഖ് കാക്കൾക്ക് ഇങ്ങനെ അപ്പം കൊടുക്കും, അപ്പം മുറിച്ച് ഇങ്ങനെ കൊടുക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ആളുകളൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്താ കാക്കകളോട് ഇത്ര വലിയ ഇഷ്ടം? ഇടണ്ട കേട്ടോ, ഞാൻ അയച്ചിട്ടില്ല. കാക്കകളോട് എന്താ അത്ര ഇഷ്ടം? അപ്പൊ ഈ ഷെയ്ഖ് പറയണ എന്താ അറിയോ? കാക്കകൾ എന്ന് പറഞ്ഞാൽ 1000-1500 കൊല്ലം ജീവിക്കും. ആരാ പറഞ്ഞ്? ഇയാൾ പറയാ ലോകത്ത് ആദ്യമായിട്ട് കാക്കകളെ
1000-1500 കൊല്ലം ജീവിക്കും. അപ്പൊ റസൂലുള്ളാഹിനെ കാണാൻ സാധ്യതയുണ്ട്. ആര്? ഈ കാക്ക. ഈ ഒരു കാക്ക ഉത്തരം പറയാണ്, ഈ കാക്ക റസൂലുള്ളാഹിനെ കാണാൻ സാധ്യതയുള്ള കാക്കയാണ്. കാരണം 1500 കൊല്ലം ഒരു കാക്ക ജീവിക്കും. ഈ ചിലപ്പോ ഈ കാക്ക കണ്ടിട്ടുണ്ടാവില്ല, എന്നാല് കണ്ട കാക്കനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ റസൂലുള്ളാഹിനെ കണ്ട സഹാബികളെ കണ്ട താബീങ്ങള്. അപ്പോ പിന്നെ അടുത്തത് കണ്ടോലെ കണ്ടിട്ടുണ്ടാവും. അപ്പോ താബീങ്ങള്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഈ കാക്കകൾ എങ്ങനെ ആദരിച്ച് അവർക്ക് അപ്പം കൊടുക്കാൻ കാരണം എന്താണ്? ഇവർക്ക് 1000-1500 കൊല്ലം ആയുസ്സുള്ളത് കൊണ്ട് റസൂലുള്ളാഹിനെ കണ്ടോലും റസൂലുള്ളാഹിനെ കണ്ട കാക്കനെ കണ്ടോലൊക്കെ ആയിരിക്കാൻ സാധ്യത ഉണ്ട്. ഇവരാണ് ഔലിയാക്കന്മാര്. ഇതിനെ എതിർക്കാൻ പാടില്ല. ഇതിനെതിർത്താൽ നമ്മൾ കറാമത്തിനെ എതിർക്കുന്നവരായി, വലികളെ കുറ്റം പറയുന്നവരായി, അല്ലേ? ഇന്ന് ജീവിച്ചിരിക്കുന്ന AP കാന്തപുരം എന്ന് പറയുന്ന മനുഷ്യൻ, ഒരു പണ്ഡിതൻ പറയണ എന്താ അറിയോ? ഹജ്ജിന് പോയ സന്ദർഭത്തിൽ ഇയാളോട് പറയാണത്രേ വേറൊരാൾ, ഒരു ഷെയ്ഖ്, ഞാൻ കാന്തപുരം ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മരിക്കണം. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണത്? കാന്തപുരം എങ്ങാനും എൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ എനിക്ക് സ്വർഗം കിട്ടും. പോരാ, കാന്തപുരം എൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ വന്ന് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടുന്നതാണ് അവസാനിപ്പിക്കല്ല, എനിക്ക് സ്വർഗം ഉറപ്പാണ്. ഈ സമൂഹത്തെ ഇതാ പഠിപ്പിക്കണത്. കാന്തപുരം നിങ്ങളെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താൽ സ്വർഗം ചിലപ്പോൾ അയാളെ പ്രാർത്ഥന സ്വീകരിച്ച് അള്ളാഹു കബൂൽ ചെയ്ത് അങ്ങക്ക് സ്വർഗം കിട്ടുന്നൊന്നല്ല, പുറത്തിരുന്നൊന്നല്ല. കാന്തപുരം അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന നിസ്കാരത്തിൽ പങ്കെടുത്ത് പറഞ്ഞാൽ സ്വർഗം ഉറപ്പായി. കേൾപ്പിക്ക്. ഞാനറിയില്ല പാപ്പ, ഓൻ കള്ളനാട്ടോ. ഉള്ളത് അപ്പം മുഖത്ത് നോക്കി പറയാൻ കഴിഞ്ഞ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. മൂപ്പര് വഫാത്താകുന്നതിന് തൊട്ട് മുമ്പത്തെ ഹജ്ജ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആ ഹജ്ജ് സമയത്ത് ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. പടച്ചോനെ, AP ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. എന്താ മൂപ്പര് ദ്വാരക്കണത്? AP ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് എന്നെ മരിപ്പിക്കണം. കേറില്ല. അപ്പോ കാന്തപുരം ഉസ്താദ് ജീവിച്ചിരിക്കുമ്പോ മരിച്ചാൽ അദ്ദേഹം മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കും. അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞാൽ അതിൽ കറക്റ്റ് പദാട്ടോ, ഞാൻ കൂട്ടല്ല, സ്വർഗം ഉറപ്പായി. എവിടേക്കാണ് ഈ ഉമ്മത്തിനെ കൊണ്ടുപോകുന്നത്? എവിടേക്കാണ്? എന്തു കറാമത്തും പറയാ, എന്തും വിളിച്ചു പറയാ, സ്വർഗം കൊടുക്കാൻ, ടിക്കറ്റ് കൊടുക്കാൻ ഉറപ്പ് വരുത്തുക. ഈ ഒരു അവകാശം ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ എങ്ങനെയാണ് ഈ സമൂഹം അള്ളാഹുലേക്ക് അടുക്കുക? നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം പറയാം, അല്ലാഹുമ്മ ലാ മാനി ലിമാ അഅ്തൈത വലാ മുഅതി ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്. അല്ലാഹ്, നീ തരാത്ത ഒന്ന് എനിക്ക് കിട്ടാനില്ല, വാങ്ങിത്തരാൻ ആരുമില്ല. നീ തടുത്ത ഒന്ന് പടച്ചവനെ തരാൻ ആരുമില്ല. നീ തരാത്ത ഒന്നിനെ വാങ്ങിത്തരാൻ ആരുമില്ല. ഇതാ മുസൽമാൻ ഓരോ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ദിക്റും പ്രാർത്ഥനയും. എന്നിട്ട് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കണതോ ഇന്ന മുരീദിന്റെ ആളായിക്കോ, ഇന്ന ആളായിക്കോ അയാളോട് പറഞ്ഞാൽ സ്വർഗ്ഗം ഉറപ്പായി. ഇല്ലേ? എവിടേക്കാണ് കേട്ടോ? നമ്മൾ പെട്ടെന്ന് അവസാനിപ്പിക്കാട്ടോ. എവിടേക്കാണ് പോകുന്നത്? മലപ്പുറം ജില്ലയിൽ പിന്നെ മങ്കടക്കടുത്ത് ഒരു സ്ഥലത്ത് ഒരു കലക്കം വെള്ളം അങ്ങനെ ഒഴുകുന്ന ഒരു പുഴ കേട്ടോ. ഒരു കറാമത്ത് പറയുകയാണ് ഇവര്, ഭയങ്കര കലങ്ങി വരുന്ന ഒരു പുഴ. അപ്പൊ അവിടേക്ക് ബീരാനൗലി പാപ്പ ഇറങ്ങിയിട്ട് ചന്തയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, വരി സർക്കാരിന്റെ ചായ ഉണ്ട് കുടിച്ചിട്ട് പോകാൻ. മനസ്സിലാണ്ട്? ഇതൊക്കെയാണ് ഒരു പ്രസംഗത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു എന്ന്. ഇനി അയാൾക്ക് സുഖമില്ലെങ്കിൽ ഭരണവർക്ക് സുഖമല്ലേ? ഈ പുഴയൊക്കെ ഇറങ്ങിയിട്ട് കലങ്ങിയ വെള്ളം അയാള് വരി ചന്തയ്ക്ക് പോകണമല്ലൊക്കെ വരി, സർക്കാരിന്റെ വക ചായ ഉണ്ട് കുടിച്ചിട്ട് പോകാൻ. നല്ല മഴ പെയ്തിട്ട് കലങ്ങിങ്ങനെ ഒഴുകുകയാണ് വെള്ളേ, അത് കോരിയിട്ട് ഇങ്ങനെ കൊടുക്കും, കുടിക്കുന്നവർക്ക് നല്ല ചായ. ഞാൻ പറയല്ല, അത് ക്ലിയർ അല്ല. വോയിസ് ഒന്ന് കേൾപ്പിച്ചു നോക്കി. എന്നൊരു സ്ഥലമുണ്ട്. ആ കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചുവടെ അതേ നിറഞ്ഞൊഴുകി വരുന്ന കലക്ക് വെള്ളത്തിന്റെ പുഴയുടെ അടുക്കൽ നിന്നുകൊണ്ട് ബീരാനൂലെ പാപ്പ മലപ്പുറത്തേക്ക് ചന്തക്ക് പോകുന്ന ആളുകളെ വിളിച്ചിട്ട് പറയുമോ, വരിക ചായ കുടിച്ചിട്ട് പോകാം, സർക്കാരിന്റെ ചായയുണ്ട്, നല്ല ചായയുണ്ട്, പൈസ ഒന്നും വേണ്ട, ഫ്രീ ആയിട്ടാണ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ആളുകളെ വിളിക്കും. എന്നിട്ട് കപ്പില പുഴയിൽ എന്നിട്ട് വെള്ളമങ്ങ് കോരോ, അതങ്ങ് ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ട് എന്നാ കുടിച്ചോ ചായ എന്ന് പറഞ്ഞ് ചായ അങ്ങ് കൊടുക്കും. ഇന്ന് കുടിച്ചോ ചായ എന്ന് പറഞ്ഞ് ചായ അങ്ങ് കൊടുക്കും. അവര് നല്ല ചൂടുള്ള ചായ കുടിച്ചു. നിരവധി ആളുകളെ പറഞ്ഞത് കേട്ട ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ബീരാനൗലി പാപ്പാടെ കറാമത്ത് പറഞ്ഞാലും തീരൂല. ഇങ്ങനത്തെ കറാമത്ത് പറഞ്ഞാലും തീരൂല. ആർക്ക് എന്തും പറയാലോ.
ബീരാനല്ലപ്പാപ്പാന്റെ കറാമത്ത് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല മക്കളെ. എങ്ങനെ തീരുക? എങ്ങനെ തീരും? കലങ്ങിയ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. വരി വരി സർക്കാരിന്റെ ചായ ഉണ്ട്. കാരണം ഈ ചായന്റെ കളറാണല്ലോ വെള്ളം. കലങ്ങിയ വെള്ളമല്ലേ, അത് കോരിട്ട് കൊടുക്കുമ്പോൾ ചൂടുള്ള ചായ. ഇതൊക്കെ നടന്നതായിട്ടാണ് ഇവരെ സംഭവം എന്താ അറിയോ? ഇപ്പൊ ഞാൻ പിന്നെ ഒരു മാന്ത്രിക ചികിത്സ എന്ന പുസ്തകമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതിൽ പണം എന്താ അറിയോ? ഒരു സ്ത്രീ ഗർഭിണിയാണോ എന്ന് അറിയാൻ ചെയ്യേണ്ട പണി എന്താ അറിയോ? പോലെ ഇതിൻ്റെയൊക്കെ പുസ്തകം. തലേന്നൊരു പേൻ എടുക്കുക, കയ്യിൻ്റെ ഉള്ളനടിയിൽ വെക്കുക, അല്പം മുലപ്പാൽ അതിലേക്ക് ഒഴിക്കുക. പേൻ തുള്ളി തുള്ളി പുറത്തു വന്നാൽ കുട്ടി ആണാണ്, അവിടെ തന്നെ കിടന്ന് തുള്ളുകയാണെങ്കിൽ കുട്ടി പെണ്ണാണ്. അലിഫ് ബാഗ് ഇങ്ങനെ കുറച്ച് അക്ഷരങ്ങൾ പേപ്പറിൽ എഴുതുക, തലേൻ്റെ ചുവട്ടിൽ വെച്ച് ഉറങ്ങുക. ബാക്കി ഞാൻ പറയണില്ല, അങ്ങനെ പറയാൻ പ്രയാസം ഉണ്ടാവും, ഓൽക്കത് ചിലപ്പോൾ പറയാൻ പ്രയാസം ഉണ്ടാവില്ല. എന്നിട്ട് അത് സംഭവിച്ചാൽ ഗർഭിണിയാണ്. ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കൊല്ലാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ദേഷ്യമുണ്ട്, അയാളെ മനസ്സിൽ ഓർത്തിട്ട് നിങ്ങൾ തോട്ടിൻ പക്കത്തേക്ക് പോവുക, ഒരു ഇഷ്ടിക കയ്യിലെടുത്തോളി. എന്നിട്ട് ആ ഇഷ്ടിക മുന്നിൽ വെച്ച് വെള്ളം ഒഴിക്കുന്ന തോടിൻ്റെ അടുത്ത് പോയിട്ട് 1000 വട്ടം യാസീൻ ഓതുക. അപ്പോൾ എപ്പോഴാണ് അവിടുന്ന് പോരുക? അതുപോലെ കഥയിലൊന്നും ചോദ്യമല്ല, ഇത് പുസ്തകം അച്ചടിച്ച് വിൽക്കണേ, പുസ്തകം അച്ചടിച്ച് വിൽക്കണേ. ഒരാളെങ്ങൾക്ക് മനസ്സിൽ ദേഷ്യമുണ്ട്, അയാളെ കൊല്ലണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ കൊലപാതക കേസൊന്നും ഉണ്ടാവില്ലല്ലോ, എന്നാലും ആയിട്ട് തട്ടയാളെ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ട? ഒരു ഇഷ്ടിക കയ്യിലെടുത്ത് തോട്ടിൻ്റെ അടുത്തേക്ക് പോവുക, വെള്ളം ഒഴിക്കുന്ന തോടിൻ്റെ പക്കത്തിരിക്കുക, ഇഷ്ടിക മുന്നിൽ വെക്കുക, 1000 വട്ടം യാസീൻ ഓതുക. 1000 വട്ടം യാസീൻ ഓതി തീർന്നാൽ ഇഷ്ടികയെ ചവിട്ടുക, കൊല്ലുകയാണ് കേട്ടോ. അപ്പോൾ മയ്യത്തായി. ആ ഇഷ്ടിക മുന്നിൽ വെച്ച് കൊലപാതകം നടത്തി രക്ഷപ്പെടുകയല്ല, വേഗം മയ്യത്ത് നിസ്കരിക്കുക. ഇഷ്ടിക മുന്നിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കുക. എന്നിട്ട് ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇഷ്ടിക മനസ്സിൽ വിചാരിച്ച ആളെ കരുതി തോട്ട് കുറേറ്റ കയറ്. വീട്ടിലെത്തുമ്പോൾ കേൾക്കും അയാൾ മരിച്ചിരിക്കുന്നു. അല്ലേ? നിങ്ങൾ നിഷേധിക്കോ? അങ്ങനെ എഴുതിയിട്ടില്ലാന്ന്. ചിലതിൻ്റെ കടിയിൽ എന്താ അറിയോ? പരീക്ഷിച്ച് നോക്കിയത്. ചിലത് പരീക്ഷിച്ച് നോക്കിയത്, ഇതൊക്കെ പയറ്റി നോക്കിയതാണ് എന്ന്. ഈ തറ കടുത്ത അന്ധവിശ്വാസം സമൂഹത്തിന്റെ മുമ്പിൽ വിളമ്പുക, എന്നിട്ട് കറാമത്തിനെ എതിർക്കുന്നു, ഔലിയാക്കന്മാരെ എതിർക്കുന്നു, അല്ലേ? ഈ അർത്ഥത്തിലുള്ള പണ്ഡിതന്മാരെ അവഹേളിക്കുന്നു എന്ന് പ്രസംഗിക്കുക. എവിടേക്കാണ് സമൂഹത്തിന്റെ പോക്ക്? ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊരാളുണ്ട്, നൂറെ ഹബീബ്, അല്ലേ? അയാൾ പറയണ കഥയൊക്കെ നേരാവണ്ണം ഒരു ആയത്തും ഹദീസും കൂടി അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ആയിക്കോട്ടെ, സാരല്ല, അള്ളാഹു അദ്ദേഹത്തിന് വിവരം കൊടുക്കുമാറാകട്ടെ, ഇൽമ പ്രദാനം ചെയ്യുമാറാകട്ടെ, ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം പറയണ എന്താ അറിയോ? അദ്ദേഹം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം പറയാം, എനിക്കറിയണ ഒരു തങ്ങളുണ്ട്, നല്ലോണം കള്ളുടിക്കും. അതും കറാമത്താ. എനിക്കറിയണ ഒരു തങ്ങളുണ്ട്, നല്ലോണം കള്ളുടിക്കും. ഒരു ദിവസം കള്ളുടിച്ചിങ്ങനെ വരുമ്പോൾ അയാൾക്ക് ഇളനീ വെട്ടി കുടിക്കാൻ ആഗ്രഹം, തെങ്ങുമ്മ കോടിന് കയറി. സാധാരണക്കാർക്ക് തന്നെ തെങ്ങുമ്മ കയറാൻ പണിയാണ്. പിന്നെ കള്ളു കുടിച്ച് 6 ആള് തെങ്ങുമ്മ കോടി കയറി. അപ്പൊ കഥയിൽ ചോദ്യമല്ല. എന്നിട്ട് ഇളനീം പറിച്ച് തായി ഇറങ്ങി വെട്ടി കുടിച്ചപ്പോൾ വീട്ടുകാർ വന്നിട്ട് കച്ചറ ഉണ്ടാക്കി. അപ്പൊ കറാമത്ത് കാണിച്ചു തരാം, ഇനി ഈ തെങ്ങ് കായ്ക്കരുത്. പിന്നെ കായ്ച്ചിട്ടില്ല. അതാ കറാമത്ത്. ലാസ്റ്റത്തെ ക്ലിപ്പൊന്ന് കേൾപ്പിച്ചു കൊടുക്കി. ഞാൻ വെറുതെ പറയല്ല, ഇതൊന്നും എത്ര കേൾപ്പിക്കാനുണ്ട് ഈ സമൂഹത്തിൻ്റെത്. ഏത് തങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ പേര് കേട്ട തങ്ങന്മാരാണെങ്കിലും നമ്മളെ നാട്ടിലെ തെങ്ങുമക്കാരുടെ തങ്ങളാണെങ്കിലും ഒക്കെ നാവിനുള്ള ഒരു ഫളിലെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, അല്ലേ? തങ്ങന്മാരെ ഓരോ നാവിന് ഞാൻ അറിയുന്ന തങ്ങളുണ്ട്. മൂപ്പര് പറയാൻ പറ്റില്ല, മൂപ്പര് അള്ളാഹു ഒരു മനുഷ്യന്മാരെ കൊടുക്കാൻ മൂപ്പര് ഇടയ്ക്ക് വള്ളടിക്കും, കല്ലുടിക്കും. അപ്പോ ഒരു ദിവസം മൂപ്പര് കുറച്ച് മത്തായിട്ട് ഇങ്ങനെ വരുമ്പോ ഒരു തെങ്ങുണ്ട്, ഒരു പെരന്റെ മറിച്ച് ഓടിയെടുക്കുക. ആ ഇളനീനിട്ടു, അത് ചെത്തി മൂപ്പര് ഇങ്ങനെ കുടിച്ച പെരക്കാര് വന്ന് ഭയങ്കര പ്രശ്നം, ഭയങ്കര ഒച്ചപ്പാടുണ്ടായിരുന്നു. അപ്പൊ ഈ തങ്ങള് പറഞ്ഞു, അന്ന് ഈ തെങ്ങ് തേങ്ങ കായ്ക്ക് നിച്ചൊന്ന് കാണണമെന്നായിരുന്നു. പിന്നെ തേങ്ങ ഉണ്ടായിട്ടില്ല, പിന്നെ അതുമ്പോ തേങ്ങ ഉണ്ടായിട്ടില്ല. പിന്നെ വീണ്ടും മൂപ്പർക്ക് തിരിച്ചു പോയി. അത് അല്ലാഹു കൊടുക്കണം, അതല്ല കൊടുക്കണതാ, കറാമത്താ. കള്ളു കുടിച്ച് മത്ത്, എനിക്കറിയുന്ന തങ്ങളുണ്ട്, കള്ളും കുടിച്ച് മത്തായിട്ട് ഇങ്ങനെ വരികയാണ്. തെങ്ങുമക്കണ്ട് ഓടിക്കരി കഞ്ചാവൊക്കെ അടിച്ചിട്ടുണ്ടാവുക. സാധാ കള്ളൊന്നും കുടിച്ചാൽ തെങ്ങുമക്ക അങ്ങനെ വാങ്ങിയാറാൻ കഴിയൂല കേട്ടോ. എന്നിട്ട് ഇളനീ വെട്ടി ഇറങ്ങിയിട്ട് കുടിക്കുമ്പോൾ വീട്ടുകാർ പെർമിഷൻ ഇല്ലാതെ ഇളനീ വെട്ടി ഇനി ചോദിച്ചപ്പോൾ പറയാണ്, എന്നാ എനിക്ക് ഇത് വന്ന് കായ്ക്കണ കാണണം തെങ്ങ്. പിന്നെ കായ്ച്ചിട്ടില്ല. അതാണ് തങ്ങന്മാരെ നാവിൻ്റെ കുറുമത്ത്. ഭയങ്കര കറാമത്താ. മനസ്സിലാനുണ്ടോ? ഇതിനെ എതിർക്കാൻ പാടില്ല നമ്മൾ. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ശത്രുക്കളുണ്ട് മക്കളെ, മാഷാ അല്ലാഹ് കേട്ടോ. ആരും ഭയപ്പെടണ്ട, അൽഹംദുലില്ലാ നമ്മൾ ഉഷാറാവൂ എന്ന് പറഞ്ഞിട്ട് ഈ ആളുകളെ പിടിച്ചു നിർത്തേണ്. ബേജാറാവണ്ട, കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുന്ന കഥകളത്. ഇങ്ങനെ എത്ര മജ്ലിസ് നൂറുകളും പല തട്ടിപ്പ് കേന്ദ്രങ്ങളും ഇതിനെതിരെ പറഞ്ഞാൽ ഇതൊക്കെ ദീനിനെതിരെ പറയലാണ്.